السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും ഈ പരിപാടിയുമൊക്കെ പരലോകത്തെ കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാവുന്ന സുഹൃതങ്ങളിൽ ഒന്നായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ദുആ കൊണ്ട് നമ്മോട് ഏൽപ്പിച്ചവർ, നാം ദുആ ചെയ്യാമെന്ന് ഏറ്റെടുത്തവർ എല്ലാവരെയും അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നല്ലത് മനസ്സിലാക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ പരലോകം പടച്ചവൻ സന്തോഷമാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് നാരിയത്തു സലാത്ത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഹ്രസ്വമായ അപഗ്രഥനമാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ ഒരു കർമ്മമായി അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. മറ്റു സുഹൃതങ്ങളൊക്കെ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ തരുന്ന സമയത്തൊന്നും പറയാത്ത ഒരു ശൈലിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയും മാലാഖമാരും നിർവഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം നിങ്ങളും അത് നിർവഹിക്കണം എന്ന ശൈലിയിലുള്ള ഒരു നിർദ്ദേശമാണ് സ്വലാത്തിനെ കുറിച്ച് പടച്ചവൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും അവന്റെ മാലാഖമാരും നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. ആ സ്വലാത്തിന്റെ അർത്ഥവും ആശയങ്ങളും ഒക്കെ വ്യത്യസ്തമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അർത്ഥം, അല്ലാഹു സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതരായ മലക്കുകളുടെ സാന്നിധ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തുന്നു എന്നാണ് അതിന്റെ ആശയം. എന്നാൽ മലക്കുകളും അള്ളാഹുവും നിർവഹിക്കുന്ന ഈ കാര്യം വിശ്വാസികളെ നിങ്ങളും നിർവഹിക്കണം എന്ന് അല്ലാഹു തആല നമ്മളോട് നിർദ്ദേശിക്കുമ്പോൾ സ്വലാത്തിന്റെ പ്രാധാന്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി താൻ കേട്ടു എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. എന്റെ മേലിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഗുണങ്ങൾ അവൻ അതിന്റെ പേരിൽ നൽകും. ഒരൊറ്റ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിർവഹിക്കുമ്പോൾ 10 ഗുണങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വലിയ ഓഫറാണ് സ്വലാത്തിന്റെ പേരിൽ വിശ്വാസികൾക്ക് പടച്ച തമ്പുരാൻ നൽകിയതെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഔലൻ നാസി ബി യൗമിൽ ഖിയാമ. അന്ത്യനാളിൽ എന്നോട് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാകുന്നവർ, എന്നോട് ഏറ്റവും അടുപ്പമുണ്ടാകുന്നവർ, അക്സറുഹും അലയ്യ സ്വലാത്തൻ, ജനങ്ങളിൽ നിന്ന് എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളായിരിക്കും. ഇമാം തുർമുദി ഉദ്ധരിച്ച ഈ ഹദീസ് നമ്മുടെ മുന്നിൽ അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ ആത്മീയമായ ബന്ധത്തിന്റെ ഊഷ്മളത നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് സ്വലാത്ത് ചൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ സ്വലാത്തിന് ധാരാളം മഹത്വങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. പുത്തൻവാദികൾക്ക് പോലും പലപ്പോഴും സ്വലാത്തിന്റെ വിരോധികളായി കടന്നു വരാറുള്ള ആളുകൾക്ക് പോലും സ്വീകാര്യനായ
ഇബ്നു ഖയ്യിം എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ജലാഉൽ അഫ്ഹാം ഫി ഫളിൽ സ്വലാത്തി അലാ മുഹമ്മദിൻ ഖൈറുൽ അനാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ വിശ്വാസികൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്ന ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നു. നമ്പർ ഇട്ടുകൊണ്ട് 40ഓളം നമ്പറുകൾ അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇംതിസാലു അംരില്ല, പടച്ച തമ്പുരാന്റെ കൽപ്പനയെ അനുസരിക്കുക എന്നത് അതിലുണ്ട്. കാരണം യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ചതാണ്. ആ നിർദ്ദേശം പാലിക്കുന്നു. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കുന്ന ഒരു പ്രവർത്തനം നാം നിർവഹിച്ചുകൊണ്ട് റബ്ബിനോട് യോജിക്കുക എന്ന രണ്ടാമത്തെ ഗുണം, അതുപോലെ മലക്കുകൾ നിർവഹിക്കുന്ന ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ട് മലക്കുകളോട് താദാത്മ്യം പ്രാപിക്കുക എന്ന മൂന്നാമത്തെ ഗുണം, ഒരു സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം ചൊല്ലുന്ന സ്വലാത്തിലൂടെ 10 ഗുണങ്ങൾ അള്ളാഹുവിൽ നിന്ന് നേടാൻ സാധിക്കുന്നു എന്ന നാലാമത്തെ ഗുണം, 10 ഗ്രേഡുകൾ സ്വലാത്തിന്റെ പേരിൽ നമുക്ക് ഉയർത്തപ്പെടുന്നു എന്നത് 5, 10 തിന്മകൾ നമ്മിൽ നിന്ന് മായ്ച്ചു കളയപ്പെടുമെന്നത് 6. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാനുള്ള സാധ്യതയുടെ വർധനവിന് റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത് കാരണമാകുന്നു എന്നത് 7. അതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റെക്കമെന്റ് നമുക്ക് എല്ലായിടത്തും ലഭിക്കാൻ ദുനിയാവിലും ആഖിറത്തിലും അള്ളാന്റെ ഹബീബിന്റെ റെക്കമെന്റുമായി ബന്ധപ്പെടുത്തിയുള്ള സംഗതികളിൽ ഒരിക്കലും തന്നെ വിശ്വാസികൾ സംശയിക്കേണ്ടതില്ല. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും നീനും ബർസഖി ജീവിതത്തിലേക്ക് എത്തിയാലും നാളെ പരലോകത്തെത്തുമ്പോഴും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റെക്കമെന്റിന്റെ വിവിധ രൂപങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ഭാഗ്യം കിട്ടുന്നവരാണ് വിശ്വാസികൾ. ആ റെക്കമെന്റിന് ഏറ്റവും കൂടുതൽ നമുക്ക് യോഗ്യത നേടിത്തരുന്ന ഏറ്റവും വലിയ സുഹൃതമായി ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തിനെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതേപോലെ നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണമായും നാം എന്തുദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശങ്ങൾ നേടിത്തരാൻ റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ച തമ്പുരാൻ തയ്യാറാകുന്ന കാരണത്താലും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സാമീപ്യം ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള പരലോകത്ത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുക്കാനുള്ള കാരണമായി സ്വലാത്ത് നമുക്ക് സാധിക്കുമെന്നതും, അതുപോലെ ഒരു പ്രയാസമുള്ള മനുഷ്യൻ ആ പ്രയാസമുള്ള സമയത്ത് അവന് ധർമ്മം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തിലൂടെ ആ ധർമ്മത്തിന്റെ സ്ഥാനത്ത് ആ സ്വലാത്ത് നിലനിൽക്കുമെന്നതും, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നതിന് സ്വലാത്ത് കാരണമാണെന്നതും ഇബ്നു ഖയ്യിം പോലും തന്റെ കിതാബിൽ പറയാണ്. റസൂലുള്ളാഹിന്റെ കാരണം കൊണ്ട് ആവശ്യങ്ങൾ നേടിക്കിട്ടുമെന്ന് പറയുന്ന നാരിയത്തു സ്വലാത്തിലെ പരാമർശത്തെ വിമർശന വിധേയമാക്കാൻ നമ്മുടെ നാട്ടിലെ ചില പുതിയ ചിന്താഗതിക്കാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വലാത്തിന്റെ ഫലങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നു ഖയ്യിം പോലും പറയുന്ന കാര്യം പ്രത്യേകം നാം അനുസ്മരിക്കേണ്ടതുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹുവിൽ നിന്നും മലക്കുകളിൽ നിന്നുമുള്ള സ്വലാത്ത് ഇങ്ങോട്ട് ലഭിക്കുന്നു എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഒരു വിശ്വാസിക്ക് മരണത്തിന്റെ മുമ്പായി സ്വർഗം കൊണ്ടുള്ള സുവിശേഷം അറിയിക്കപ്പെടാൻ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് കാരണമാണെന്ന് ഇബ്നു ഖയ്യിം പഠിപ്പിക്കുന്നു. അന്ത്യനാളിന്റെ ഭയാനകമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഹബീബിന്റെ സ്വലാത്ത് കാരണമാണെന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ സ്വലാത്തും സലാമും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹിയിൽ നിന്ന് അതിനുള്ള പ്രത്യുപകാരം എന്ന നിലക്ക് തിരിച്ചിങ്ങോട്ട് സലാം കിട്ടുമെന്നത് സ്വലാത്തിന്റെയും സലാമിന്റെയും പ്രത്യേകതയായി പഠിപ്പിക്കപ്പെടുന്നു. അതുപോലെ ഒരു മനുഷ്യൻ വല്ലതും മറന്നുപോയാൽ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അതിന്റെ ബർക്കത്ത് കൊണ്ട് അത് ഓർമ്മിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇബ്നു ഖയ്യിം തന്നെ പഠിപ്പിക്കുന്നു. അതുപോലെ നമ്മൾ ഒരു സദസ്സിൽ കൂടിയാൽ ആ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ നാമവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലുള്ള സ്വലാത്തും ചൊല്ലാതെ ഒരു സദസ്സിൽ നിന്ന് നമ്മൾ പിരിഞ്ഞാൽ ആ സദസ്സിന്റെ ദുർഗന്ധം നാളെ പരലോകത്ത് നമ്മൾ അനുഭവിപ്പിക്കുമെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വലാത്തിലൂടെ ആ സദസ്സിന്റെ സൗരഭ്യം നിലനിർത്താനും അതേപോലെ അതുമായി ബന്ധപ്പെടുത്തി നമുക്കെതിരെ വരാവുന്ന ഒരുപാട് അബദ്ധങ്ങളിൽ നിന്ന് പരലോകത്ത് രക്ഷപ്പെടാനും സ്വലാത്ത് കാരണമാകുന്നു. ദാരിദ്ര്യത്തിന്റെ വിഷമകരമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത് കാരണമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾക്ക് ലുബ്ധനെന്ന പിശുക്കനെന്ന ആ പേര് പറയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു. കാരണം റസൂലുള്ളാഹിന്റെ പേര് പറയപ്പെട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കനെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാളെ മഹ്ശർ മൈതാനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണ ഘട്ടമാകുന്ന ജഹന്നം എന്ന നരകത്തിന്റെ മീതെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സിറാത്ത് എന്ന പാലം, ആ പാലം വിട്ടുകിടക്കാതെ ഒരൊറ്റ മനുഷ്യനും സ്വർഗത്തിലെത്താൻ സാധ്യമല്ലെങ്കിൽ ആ പാലം വിട്ടുകിടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രകാശമായി നമ്മുടെ രക്ഷക്കെത്തുന്ന വലിയ സംരംഭമായി റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത് മാറുമെന്ന്
ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിലും അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ ആയുസ്സിലും അവരുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും അള്ളാഹുവിന്റെ ബറക്കത്ത് നിലനിർത്താൻ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് കാരണമാണെന്ന് പഠിപ്പിക്കപ്പെടുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടവും താല്പര്യവും നമ്മുടെ ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കാനും ഓരോ സെക്കൻഡുകളിലും അതിന്റെ വർധനവിന് സാധിക്കുന്ന വിധത്തിൽ നമ്മെ ആത്മീയമായി ഉന്നതിയിലേക്ക് എത്തിക്കാനും ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് കാരണമാകുമെന്ന് ഞാൻ ഈ സൂചിപ്പിച്ച സംഗതികളൊക്കെ നമ്പർ ഇട്ടുകൊണ്ട് പറയുന്നത് ജലാഉൽ അഫ്ഹാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ പുത്തൻവാദികളുടെ ആശയ സ്രോതസ്സായി അവർ പരിചയപ്പെടുത്തുന്ന നേതാക്കളിൽ ഒരാളായ ഇബ്നു ഖയ്യിമാണെന്ന് പറയുമ്പോൾ നാം ചിന്തിക്കണം, ഈ രൂപത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എല്ലാവരും വളരെ വ്യക്തമായി ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തിന്റെ മാഹാത്മ്യവും അത് മുഖേന വിശ്വാസികൾക്ക് രണ്ടു ലോകത്തും നേടാനുള്ള ഗുണങ്ങളുമൊക്കെ പഠിപ്പിച്ചുവെങ്കിൽ ആ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് എല്ലായ്പ്പോഴും നമുക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. നിസ്കാരത്തിലും ഖുതുബയിലും ബാങ്കിന് ശേഷവും അതുപോലെ ദുആകളിലും പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അവിടുന്ന് പുറത്തിറങ്ങുമ്പോഴും സമൂഹം ഒത്തുകൂടുന്നിടത്തും റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുന്നിടത്തും എന്തിനധികം വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാവിലും പകലിലും അടക്കം പലപ്പോഴായി ധാരാളം ചെല്ലാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അനുഗ്രഹീതമായ ഒരു സുഹൃതമാണ് റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്തെങ്കിൽ അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൃത്യമായ റൂട്ടിലേക്ക് നമ്മെ വഴി നടത്താൻ ആവശ്യമായ ആത്മീയ ഗുരുക്കന്മാരുടെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഈ ആധുനിക കാലഘട്ടത്തിൽ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ ആവശ്യമായ ഒരു ഗുരുവിന്റെ സാന്നിധ്യം കിട്ടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ആ സമയത്ത് ഈ ഗുരുവിന്റെ കുറവ് പരിഹരിക്കാൻ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്താണ് നമുക്ക് കാരണമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആത്മീയ രംഗത്തെ അനുഗ്രഹീതരായ നേതൃത്വത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട മഹാനായ സറൂഖ് തങ്ങൾ അവിടുന്ന് രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഖാലിശേഖുന അബുൽ അബ്ബാസുൽ ഹളറമി, എന്റെ ഉസ്താദ് അബുൽ അബ്ബാസുൽ ഹളറമി എന്നവർ പറഞ്ഞിട്ടുണ്ട്, അലൈക ബിദവാമി ദിക്രി വകസറത്തി സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഓ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ വർധനവും ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചര്യയാക്കി മാറ്റണം. കാരണം വഹിയ സുല്ലമുൻ മിഅ്റാജുൻ സൂഖുൻ ഇലല്ലാഹി തആല, പടച്ചതമ്പുരാനിലേക്കുള്ള ഏണിയും ചവിട്ടുപടിയും നമുക്ക് എത്തിപ്പെടാനുള്ള വഴിയുമാണ് റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത്. ഇദാലമിൽ ഖത്താലിബു ശൈഖൻ മുർഷിദ, തന്നെ നന്മയിലേക്ക് നയിക്കാൻ ആവശ്യമായ ലക്ഷണമൊത്തൊരു ഗുരുവിനെ കിട്ടാത്ത കാലത്ത്, മുറബ്ബിയായ ഒരു ശൈഖിനെ കിട്ടാത്ത കാലത്ത് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് നിങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ കാരണമാകുമെന്ന് മഹാനായ സറൂഖ് തങ്ങൾ തന്റെ ഗുരുവര്യരിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ ആ സ്വലാത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളാണെന്ന ആമുഖം ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്വലാത്ത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഒരുപാട് മദ്ഹും അടങ്ങിയിട്ടുണ്ട് എന്നതാണ് നാരിയത്തു സ്വലാത്തിന്റെ പ്രത്യേകത. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും മറ്റു പല നന്മയും തടയുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പേരിലുള്ള മുസ്ലിങ്ങൾക്കിടയിൽ നിരാക്ഷേപം നേരത്തെ നടന്നു വന്നിട്ടുള്ള സ്വലാത്തുൻ നാരിയയും വിമർശിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലരുടെയും മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കാനും ആ സ്വലാത്ത് ശിർക്കുള്ള സ്വലാത്താണെന്നും ബഹുദൈവത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സ്വലാത്താണെന്നും വരെ ചിലരുടെ ഭാഗത്തു നിന്ന് പ്രസ്താവനകൾ വരുമ്പോൾ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് സമൂഹത്തോട് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയാണ് ഈ വിഷയത്തിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി ഇவ்விധത്തിലുള്ള ഒരു പരിപാടി നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. നാം നോക്കുക, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്നാണ് അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്തും സലാമും നിർവഹിക്കണം. ആ നിർവഹിക്കാനുള്ള വാചകം ഇന്നതു തന്നെ ആവണമെന്ന് ഖുർആൻ നിഷ്കർഷിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിഷ്കർഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഗുണത്തിനായി പ്രാർത്ഥിക്കുക എന്ന ആശയം വരുന്ന ഏത് സംഗതി കൊണ്ടും റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ചില സുഹൃത്തുക്കൾ ചിലപ്പോൾ പറയും, ഈ പുത്തൻവാദികളുടെ കൂട്ടത്തിൽ ചിലർ എന്താണ് പറയുന്നതെന്ന് പലപ്പോഴും ഒരിക്കൽ പറഞ്ഞത് പിന്നൊരിക്കൽ ബോധമില്ലാത്ത ആ പണ്ഡിതന്മാരുടെ മൗലവിമാർ തന്നെ ചിലപ്പോൾ പറയുന്നത് കേൾക്കാം. സ്വലാത്ത് എന്നൊരു ഇബാദത്താണ്. ആ ഇബാദത്ത് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വാചകങ്ങൾ ഏതോ ആ വാചകങ്ങളിലൂടെ മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. നാരിയത്ത് സ്വലാത്തിനെ നിരാകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മൗലവിമാര് പറയുന്നത് നമുക്ക് തന്നെ കേൾക്കാം. നാരിയ സ്വലാത്ത് അതൊക്കെ ഉള്ളത് തന്നെയാണ്. എന്നാ ഒരു ഹദീസിന്റെ കിതാബിലൊന്ന് കാണിച്ചോണ്ടാ, ഏത് ഹദീസിന്റെ കിതാബിലാ ഈ നാരിയത്ത് സ്വലാത്ത് ഉള്ളത്? സുഹൃത്തുക്കളെ, നാരിയത്ത് സ്വലാത്ത് എന്ന സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്ത് ഒരു ഇബാദത്താണ്.
അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. എന്നാൽ അതേ മൗലവി തന്നെ മറ്റൊരു സമയത്ത് പറയുന്നത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അതേത് ഭാഷയിലുമാകാം. റസൂലുള്ള എന്തായാലും അറബിയിലെ സ്വലാത്ത് പഠിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതേ സമയത്ത് ഇവർ പറയുന്നത് എന്താ, ഏത് ഭാഷയിലും ചെല്ലാം. കേട്ടു നോക്കൂ നിങ്ങൾ. ഇത് ഏത് ഭാഷയിലും ആകാം. ഒരാൾക്ക് മലയാളത്തിൽ പറയണം, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് സമാധാനം നൽകണേ, റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞ അതൊരു സ്വലാത്ത് തന്നെയാണ്. ഒരു തെറ്റില്ല അതില്, ഏത് ഭാഷയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരാൾ അങ്ങനെ സ്വലാത്തിന്റെ കൂട്ടത്തില് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഹിദായത്തിന് കാരണക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നീ സ്വലാത്തും സലാമും നൽകണേ, അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ, അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ, അദ്ദേഹത്തോടൊപ്പം ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. ഇങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞ അതിലൊക്കെ സ്വലാത്തിന്റെ വചനങ്ങളുണ്ട്, ഒരു പ്രശ്നമല്ല. അദ്ദേഹം പറയാണ്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ഏത് ഭാഷയിലുമാകാം. അപ്പൊ റസൂലുള്ളാഹി അറബിയിലെ സ്വലാത്ത് ചൊല്ലിയിട്ടുള്ളൂ, പക്ഷേ നമുക്ക് ഏത് ഭാഷയിലും ചൊല്ലാം. അപ്പൊ ഏത് ഭാഷയിൽ ചൊല്ലിയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് മറ്റൊരു സമയത്ത് എന്ത് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്ത് അല്ലാത്ത സ്വലാത്ത് ചെല്ലാൻ പാടില്ല, അത് ഇബാദത്തായ സ്വലാത്താണ്. ഏതായാലും ശരി, ആ വിമർശനത്തിലൊന്നും കഴമ്പില്ലെന്നും അദ്ദേഹം ഇപ്പൊ പറഞ്ഞതാണ് ശരിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത് ഏത് ഭാഷയിലുമാകാം, ഏത് ശൈലിയിലുമാകാം, ഏത് വാക്കുകൾ കൊണ്ടുമാകാം. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹിനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടർന്ന സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികളിൽ നിന്ന് തന്നെ സ്വലാത്തുകൾ പ്രത്യേകമായി റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലാത്ത സ്വലാത്തുകൾ ചൊല്ലിയതായി ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിലൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ആ വിധത്തിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്തിന്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട നാരിയത്തു സ്വലാത്ത്. ആ സ്വലാത്തിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വലാത്ത് എന്ന ആ സൽക്കർമ്മവും അതോടൊപ്പം തന്നെ റസൂലുള്ളാഹിന്റെ മദ്ഹ്, അവിടുത്തെ മഹത്വം പറയുക എന്ന ഒരു വലിയ ഗുണവും കൂടെ അതിൽ അടങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നു എന്നതാണ് വാസ്തവത്തിൽ പുത്തൻവാദികൾ ആ സ്വലാത്തിനെ നിരാകരിക്കാനും ആക്ഷേപത്തിന്റെ സ്വരത്തിൽ അതേക്കുറിച്ച് സംസാരിക്കാനും കാരണം മദ്ഹ് പറയാൻ ഖുർആൻ പറഞ്ഞിട്ടില്ലെന്നാണ് ആ സാധുക്കൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കുമാറാവട്ടെ. മദ്ഹ് പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ മദ്ഹ് പറയാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നത് ഏറ്റവും വലിയ സുഹൃതമാണ് താനും. അപ്പൊ ആ നിലക്ക് റസൂലുള്ളാഹിന്റെ മദ്ഹ് കൂടി ഉൾക്കൊള്ളുന്ന നാരിയത്തു സ്വലാത്ത് പ്രത്യേകമായി നമ്മൾ പാരായണം ചെയ്യേണ്ടതും അതുകൊണ്ട് നേട്ടമുണ്ടാക്കേണ്ടതുമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ നാരിയത്തു സ്വലാത്ത് എന്ന് പറയുന്ന ആ സ്വലാത്തിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് എന്താണ്? മുഹമ്മദ് ഹഖ് നാസിലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഖസീനത്തുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സ്വലാത്തിനെ കുറിച്ച് രേഖപ്പെടുത്തിയത് കാണാം. വമിന സ്വലാത്തിൽ മുജറബാത്ത്, പ്രത്യേകമായി ഫലം ലഭിക്കുമെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള അനുഭവ സാക്ഷ്യമുള്ള സ്വലാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അസ്സലാത്തു തഫ്രീജിയ്യത്തുൽ ഖുർത്തുബിയ്യ. ആ സ്വലാത്തിന്റെ വേറൊരു പേരാണ്, നാരിയത്തു സ്വലാത്തിന്റെ ഒരു പേരാണത്, അസ്സലാത്തു തഫ്രീജിയ്യ. സകല വിഷമങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള സ്വലാത്ത്. വയുഖാലു ലഹാ ഇൻദൽ മഗാരിബ, പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ള മൊറോക്കോ പോലുള്ള സ്ഥലങ്ങളിലുള്ള പണ്ഡിതന്മാർ, ആത്മീയ ഗുരുക്കൾ, അവരുടെ അടുത്ത് ഈ സ്വലാത്ത് അറിയപ്പെടുന്നത് അസ്സലാത്തുൻ നാരിയ, സലാത്തുൻ നാരിയ എന്ന പേരിലാണ്. സലാത്തുൻ നാരിയ. ചില സാധുക്കൾ പറയാറുണ്ട് അത് സലാത്തുൻ നാസിയ എന്നായിരുന്നു, എന്നിട്ട് അതിന് പുള്ളി പോയിട്ട് ഏതോ ഒരു ചങ്ങായ പുള്ളി കുഴപ്പമുണ്ടാക്കിയതാണ്, നാരിയ എന്നാക്കിയതാണ്. വിമർശിക്കുന്നവർക്ക് എന്തും വിമർശിക്കാമല്ലോ. അപ്പൊ അങ്ങനെ പറയുന്നതല്ല, അസ്സലാത്തുൻ നാരിയ എന്ന് തന്നെ ആ സ്വലാത്തിന് പടിഞ്ഞാറൻ മൊറോക്കോ പോലുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾ പേര് പറയാറുണ്ട്. എന്താ കാരണം അങ്ങനെ പറയാൻ? അന്നഹും ഇദാ അറാദു തഹ്സീൽ അൽ മത്ലൂബി, അവർക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം കരസ്ഥമാകണമെന്ന് അവർ വിചാരിച്ചാൽ, ഔ ദഫ്ഇൽ മർഹൂബി, അല്ലെങ്കിൽ ബേജാറുള്ള എന്തെങ്കിലും ഒരു സംഗതി അവരിൽ നിന്ന് ഒഴിവാക്കി കളയണമെന്ന് അവർ വിചാരിച്ചാൽ, യജ്തമിഊന ഫീ മജ്ലിസിൻ വാഹിദ്, അവരൊരു സ്ഥലത്തിൽ ഒരുമിച്ച് കൂടും. വയഖറഊന ഹാദിഹി സ്വലാത്തൻ നാരിയ ബിഹാദൽ അദദ്, 4444 എന്ന ആ പ്രത്യേക എണ്ണം അവർ കൂടിയിരുന്ന് ചൊല്ലും. ഫയനാലു മത്ലൂബുഹു സരീഅൻ, ഉടനെ തന്നെ അവർക്ക് അതിന്റെ ഫലം ലഭ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അൽക്കന്നാരി, തീ പോലെ അതിന്റെ ഫലം കിട്ടും. ഒരു തീയിലേക്ക് ഒരു സാധനം ഇട്ടാൽ ഉടനെ തന്നെ തീ അതിന്റെ പണി നിർവഹിക്കുന്നത് പോലെ, അതിന്റെ ജോലി ഭംഗിയായി നിർവഹിക്കുന്നത് പോലെ റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത്, നാരിയത്തു സ്വലാത്ത് ചൊല്ലിക്കഴിയുമ്പോഴേക്ക്
അവരുടെ ആവശ്യങ്ങൾ നിറവേറും. അതുകൊണ്ടാണ് അവർ സലാത്തു നാരിയ എന്ന് പറഞ്ഞത്. അതൊന്നും മനസ്സിലാക്കാത്തതുകൊണ്ട് ചില സാധുക്കൾ സലാത്തു നാരിയ എന്ന് പറഞ്ഞാൽ നരകത്തേക്ക് പോകാനുള്ള സലാത്ത് എന്ന അർത്ഥം വെക്കേണ്ടത് എന്ന് ഒരു വലിയ മൗലവി എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. സലാത്തു നാരിയ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കുള്ള സലാത്ത് എന്നാണ് ഇപ്പൊ അതിന് പറയാവുന്ന ഒരു അർത്ഥം. വാസ്തവത്തിൽ അങ്ങനെയല്ല. അങ്ങനെ മുസ്ലിങ്ങൾ എന്നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യനും പറയില്ല. നമ്മളൊരു മെഡിക്കൽ ഷോപ്പ് കയറിയിട്ട് പനിക്കുള്ള ഒരു ഗുളിക വേണമെന്ന് പറഞ്ഞാൽ പനി ഉണ്ടാവാനുള്ള ഗുളിക എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് പനിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഗുളിക വേണമെന്നാണ് അതിന്റെ അർത്ഥം. പെയിന് വന്നിട്ടുണ്ട്, എനിക്കൊരു ഗുളിക വേണം എന്ന് പറഞ്ഞാൽ പെയിൻ ഉണ്ടാവാനുള്ള ഗുളിക എന്നല്ല, മറിച്ച് അതൊന്ന് മാറാനുള്ള ടാബ്ലറ്റ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആർക്കാ തിരിയാത്തത് എന്ന പോലെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് നിർവഹിക്കാനുമുള്ള സ്വലാത്ത് എന്ന അർത്ഥത്തിലാണ് ആ സ്വലാത്തിനെ പണ്ഡിതന്മാർ കണ്ടിട്ടുള്ളത്. ഏതായാലും ഇരിക്കട്ടെ, ഇவ்விധത്തിലുള്ള ആ സ്വലാത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഫഇന്ന ഹാദിഹി സ്വലാത്ത് ജാമിഅത്തുൻ ഹാവിയത്തുൻ അലാ തഫ്രീജിൽ മക്റൂബി വതഹ്സീലിൽ മത്ലൂബി വകാമിലത്തുൻ ബിഅൽഫാദി ആദാബിസ് സ്വലാത്തി വമുഹീതത്തുൻ അലാ അദദി കുല്ലി ഷൈഇൻ വഅവാനിഹാ. ബഹുമാനപ്പെട്ട ഖസീനത്തുൽ അസ്റാറിൽ മഹാനായ പണ്ഡിതൻ രേഖപ്പെടുത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരുള്ള ഈ സ്വലാത്ത് വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ എല്ലാ സംഗതികളും അടങ്ങിയിട്ടുള്ള ലക്ഷണമൊത്തൊരു സ്വലാത്താണ്. ലക്ഷണം കെട്ട സ്വലാത്തല്ല. നമ്മുടെ നാട്ടിലെ പുതിയ ചിന്താഗതിക്കാർ പറയുന്നത് പോലെ ഉപേക്ഷിക്കേണ്ട സ്വലാത്തല്ല. എല്ലാ അർത്ഥത്തിലും പവർ നിറഞ്ഞിട്ടുള്ള ഒരു സ്വലാത്താണ് നാരിയത്തു സ്വലാത്ത് എന്ന് രേഖപ്പെടുത്തുന്നു. ഏതായാലും ഇരിക്കട്ടെ, ഇനി നമുക്ക് പറയാനുള്ള സംഗതി എന്താ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലാത്ത സ്വലാത്തുകൾ ചെല്ലാൻ പറ്റുമെന്നതിന്റെ രേഖയാണ് ഞാൻ നേരത്തെ പഠിപ്പിച്ചത്. ഒന്ന് മൗലവി പറഞ്ഞതും പറഞ്ഞു, രണ്ടാമത്തത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലിയ സ്വലാത്ത് ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ലോകത്തിന്റെ മുക്കുമൂലകൾ വിജ്ഞാനം കൊണ്ട് നടക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ വരാനുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ദീർഘദർശനം ചെയ്തു. ആ പറഞ്ഞ വിശേഷണത്തിന് ഫിറ്റാകുന്നത് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനാണെന്ന് പണ്ഡിതന്മാർ മുഴുവനും വിശദീകരിച്ചു. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ കിതാബുർ റിസാല എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥം, ശിഷ്യന്മാർ പറയുന്നുണ്ട് കിതാബുർ റിസാല എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഞാൻ 500ഓളം തവണ ഈ കിതാബുർ റിസാല എന്ന ഷാഫി ഇമാമിന്റെ ഗ്രന്ഥം ആവർത്തിച്ച് വായിച്ചു നോക്കിയിട്ടുണ്ട്. ഓരോ സമയത്ത് വായിക്കുമ്പോഴും നേരത്തെ മനസ്സിലാകാത്തൊരു മസല, നേരത്തെ മനസ്സിലാകാത്തൊരു കാര്യം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ അത്രയും ബറക്കത്തുള്ള കിതാബ്. ആ കിതാബിൽ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് എന്താ? സല്ലല്ലാഹു അലാ നബിയിന കുല്ലമാ ദക്കറഹു ദാകിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ വസല്ല അലൈഹി ഫിൽ അവ്വലീന വൽ ആഖിരീൻ അഫ്ളല വഅക്സറ വഅസ്കാ മാ സല്ല അലാ അഹദിൻ മിൻ ഖൽഖിഹി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സ്വലാത്തിന്റെ വാചകങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു. അപ്പൊ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അതാ റസൂലുള്ള ചൊല്ലിയിട്ടില്ലാത്തൊരു സ്വലാത്ത് ചൊല്ലി നമുക്ക് കാണിച്ചു തന്നാൽ അതിന് ശരാശരി ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാകും അതിന്റെ അർത്ഥം എന്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിക്കാണിച്ചു തന്ന സ്വലാത്തെ ചൊല്ലാവൂ എന്ന് ഇസ്ലാം അതിലില്ല. മറിച്ച് ഈ ആശയം ഉൾക്കൊള്ളുന്ന ഏതും ആവാം എന്ന് മാത്രമല്ല, ഇങ്ങനെ സ്വലാത്ത് റസൂലുള്ള പഠിപ്പിച്ചതല്ലാത്തത് ചൊല്ലിക്കൂടാന്ന് പറയുന്ന ആളുകൾ തന്നെ അവരുടെ സ്വലാത്തുകൾ അവരുടെ മുഴുവൻ പ്രസംഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. എത്രയാണ് റസൂലുള്ള പഠിപ്പിക്കാത്ത സ്വലാത്ത് അവർ ചൊല്ലിയത്? വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ. ഒരിക്കൽ നാരിയത്തു സ്വലാത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില പുത്തൻവാദികളായിട്ട് ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നപ്പോ അവർ പറഞ്ഞു റസൂലുള്ള പഠിപ്പിക്കാത്ത സ്വലാത്ത് എല്ലാം പാടില്ല, അതുകൊണ്ടാണ് നാരിയത്തു സ്വലാത്ത് ഞങ്ങൾ എതിർക്കുന്നത്. ഉടനെ തന്നെ ആ പറയുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത. ഞങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ നിങ്ങൾ ചൊല്ലിയ സ്വലാത്തല്ലേ? ആണ്. ആ സ്വലാത്ത് ഏത് ഹദീസിലുള്ളത്? ആ സ്വലാത്ത് ഒരു ഹദീസിലില്ല. അപ്പൊ അത് ചൊല്ലിക്കൊണ്ടാണ് കണ്ണിലേക്ക് നോക്കിയിട്ട് കള്ളം പറയാൻ പറഞ്ഞ പോലെ ആ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് മൗലവി റസൂലുള്ള പഠിപ്പിക്കാത്ത സ്വലാത്ത് ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ പുത്തൻവാദികളുടെ ആശയങ്ങളുടെ ഒക്കെ ബലഹീനത അതൊന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഇരിക്കട്ടെ, ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പൊ മറ്റു പല മഹാന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, പല വിധത്തിലുള്ള സ്വലാത്തും ചൊല്ലിയിട്ടുണ്ട്. ആ സ്വലാത്തിന്റെ കൂട്ടത്തിൽ നാരിയത്തു സ്വലാത്തിനെ വിമർശന വിധേയമാക്കാൻ ഇവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമായിട്ട് കെട്ടുകൾ അഴിയുന്നാണ് ആ സ്വലാത്ത് പറയണത്. പിന്നെ നാരിയത്തു സ്വലാത്ത് നമുക്കറിയാലോ, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില, പടച്ചവനെ നീ പൂർണ്ണമായ ഗുണം ചെയ്യണമേ, വസല്ലിം സലാമൻ താമ്മൻ, പൂർണ്ണമായ രക്ഷയും ചെയ്യണമേ, അലാ സയ്യിദിന മുഹമ്മദ്, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ. ഇത്രയാണ് സ്വലാത്ത്. ഇനി അവിടുന്ന് അങ്ങോട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹാൻ. എങ്ങനത്തെ നബി? അല്ലതി എങ്ങനെയുള്ള നബിയാണ്? തൻഹല്ലു ബിഹി, ആ നബിയുടെ കാരണത്താൽ അഴിഞ്ഞു പോകും അൽ ഉഖദു, കെട്ടുകൾ, അഴിയാക്കുരുക്കുകളൊക്കെ റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് കാരണം കൊണ്ട് അഴിഞ്ഞു പോകും. വതംഫരിജു ബിഹിൽ ഖുറബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരണം കൊണ്ട് വിഷമങ്ങൾ ദൂരീകൃതമാകും.
വതുഖലാ ബിഹിൽ ഹവായിജു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാരണം കൊണ്ട് ആവശ്യങ്ങൾ വീടപ്പെടും. വതുനാലു ബിഹിർ റഗായിബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരണം കൊണ്ട് ആഗ്രഹം സഫലീകൃതമാകും. വഹുസ്നുൽ ഖവാതിം, അന്ത്യം നന്നായി കിട്ടും റസൂലുള്ളാഹിന്റെ കാരണം കൊണ്ട്. വയുസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം, അവിടുത്തെ ബഹുമാനമുള്ള മുഖം കൊണ്ട് മഴയെ തേടപ്പെടും. വഅലാ ആലിഹി വസഹ്ബി, അല്ലാഹുവേ നബി സല്ലല്ലാഹു തങ്ങളുടെ കുടുംബത്തിനും അതേപോലെ അനുചരന്മാർക്കും നീ ഗുണവും രക്ഷയും ചെയ്യണം. ബിഅദദി കുല്ലി മഅലു ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ, എല്ലാ ശ്വാസത്തിന്റെയും സെക്കൻഡുകളുടെയും സമയത്തൊക്കെ അഥവാ എല്ലായ്പ്പോഴും നീ ഗുണവും രക്ഷയും ചെയ്യണം റസൂലുള്ളാക്കും ആലിനും അസ്ഹാബിനും. ബിഅദദി കുല്ലി മഅലൂമിൻ ലക്ക്, നിന്റെ വിവരങ്ങൾ എത്രയുണ്ടോ അതിന്റെ എണ്ണം കണ്ടിട്ടാൽ കയ്യും കണക്കുമില്ലാതെ നീ റസൂലുള്ളാക്കും അവിടുത്തെ ആലിനും അസ്ഹാബിനും ഗുണം ചെയ്യണം. അപ്പോ ഇതിന്റെ തുടക്കത്തിലുള്ള അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദ് എന്ന സ്വലാത്താണ്. അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് അവസാനത്തിലുള്ള വഅലാ ആലിഹി വസഹബിഹി എന്നതും സ്വലാത്തിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇതിന്റെ ഇടയിൽ അല്ലദീ തനഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയതാണ്. അവിടെയാണ് പുതിയ ആളുകൾക്ക് പിടിക്കാണ്ട വന്നതും. റസൂലുള്ളാഹിന്റെ കാരണം കൊണ്ട് എന്ത് അഴിയും? കുരുക്കുകൾ അഴിയും. ഇങ്ങനെ പറയാൻ പറ്റുമോ? കുരുക്കുകൾ അഴിക്കുന്നത് അള്ളാഹു അല്ലേ എന്നാണ് ചില സാധുക്കള് സംശയിച്ചു വെച്ചിട്ടുള്ളത്. അവരുടെ ധാരണ ഓരോ സംഗതികളും എങ്ങനെയാ പറയേണ്ടത് എന്ന് എപ്പോഴാ ചിർക്ക് വരിക എന്ന് ബേജാറായിട്ട് ഇരിക്കുകയാണ്. വാസ്തവത്തിൽ ഒരു സംഗതി ഒരാളിലേക്ക് ഒരു സൃഷ്ടിയിലേക്ക് ചേർത്ത് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. അത് പറയുന്ന സമയത്തുള്ള ഉദ്ദേശം എന്താന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിന് നിയമം പറയേണ്ടത്. ഇപ്പൊ ഖുർആനിൽ നമുക്ക് എത്ര സംഗതികൾ കാണാൻ പറ്റും? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് ദീനീ പ്രബോധനം നടത്തിയ ഈസാ അലൈഹിസ്സലാം, ആ ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നു വഉഹിയിൽ മൗത. ഒരു ഉദാഹരണം, ഇഷ്ടംപോലെ ആ ആയത്തിൽ തന്നെ കുറെ സംഗതികളുണ്ട്. ഒറ്റ ഉദാഹരണം, വഉഹിയിൽ മൗത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. നമുക്കറിയാലോ. ഇപ്പൊ ഇവിടെ എന്താ ഒരു കാരണം പറഞ്ഞെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരണം കൊണ്ട് കുരുക്കുകൾ അഴിയും, അതേപോലെ ആവശ്യം വീടും, അതുപോലെ തന്നെ ആഗ്രഹം സഫലീകൃതമാകുന്നൊക്കെ പറഞ്ഞെടുത്ത് വിമർശിക്കാൻ വേണ്ടി ശിർക്കുണ്ട് എന്ന് പറയാൻ വേണ്ടി ഇവർ കണ്ടെത്തിയ ന്യായം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടല്ലല്ലോ, അല്ലല്ലേ വിഷമം തീർക്കുന്നത്, വിഷമം മാറ്റി തരുന്നത്, അല്ലല്ലേ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നത്. അപ്പൊ ആ സ്ഥാനത്തേക്ക് നിങ്ങൾ റസൂലുള്ളാഹിനെ വെച്ചില്ലെന്നാണ് ചോദ്യം. അതിന്റെ മറുപടി ഞാൻ പറയുന്നത്, ഈസാ നബി അലൈഹി ഇസ്ലാം ഖുർആനിലൂടെ ഈസാ നബി പറഞ്ഞത് നമുക്ക് കാണാം, വഊഹിയിൽ മൗത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. വാസ്തവത്തിൽ അള്ളാഹിനെ സംബന്ധിച്ചല്ലേ അള്ളാഹു തആല ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അറിയാലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. എല്ലാ ദിവസവും മുഅ്മിനീങ്ങൾ ഒരുപാട് തവണ ചൊല്ലേണ്ട പ്രത്യേക ഒരു ദിക്റാ ഇസ്ലാം പഠിപ്പിച്ചേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു. ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്തവൻ അള്ളാഹുവാണ്. അത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞില്ലേ, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാണ്? അള്ളാഹുവാണ് എന്ന് നമ്രൂദുമായിട്ടുള്ള സംവാദത്തിൽ പറഞ്ഞത് ഖുർആനിൽ തന്നെ ഉണ്ട്. അപ്പൊ അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്ന് ഖുർആന് പറഞ്ഞിട്ട് അതേ ഖുർആനിൽ തന്നെ ഉള്ളത് ഈസാ നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? വഹയിൽ മൗത്ത, മരിച്ചോലെ ഞാൻ ജീവിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആയത്തിലും ശിർക്കുണ്ടോ? നാരിയത്ത് സ്വലാത്തിൽ ശിർക്ക് കാണുന്ന സാധുക്കള് ഈ ആയത്തൊന്നും ഓതൂല. എന്താ കാരണം? ഈ ആയത്തിൽ ശിർക്കുണ്ട്. കാരണം മരിച്ചോലെ ജീവിപ്പിക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അതേപോലെ ഖുർആനിലുണ്ട് വൈദാ മരീതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശമനം നൽകുന്നവൻ അള്ളാഹുവാണെന്ന് ഖുർആനിലുണ്ട്. ഈസാ നബി അലൈഹി സ്വലാം പറയുന്നു വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ, ജന്മനാ വെള്ളപ്പാണ്ട് ബാധിച്ചവർ, കുഷ്ഠരോഗികൾ, ഇങ്ങനെ മാറാത്ത രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അതാ ഞാൻ അവരുടെ രോഗം സുഖാക്കും. അതേ ഖുർആൻ തന്നെ വൈദാ മരീതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എന്റെ രോഗം സുഖാക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ ആ രോഗം സുഖമാക്കുക എന്ന പണി ഞാൻ ചെയ്യുന്നതാണ് ആര് പറയണത്? ഈസാ അലൈഹി സ്വലാം ചെയ്യണത്. ഇപ്പൊ നാരിയത്ത് സ്വലാത്ത് മാത്രമല്ല ഒഴിവാക്കേണ്ടി വരിക, ഖുർആനിൽ തന്നെ കുറെ ആയത്ത് കഴിഞ്ഞ് മൗലവിമാര് സെൻസർ ചെയ്തിട്ട് അവരുടെ പ്രത്യേക സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ഓതാൻ പറ്റൂ എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അവധാനതയോടുകൂടെ കാര്യങ്ങൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സത്യമാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശിർക്ക് വന്നോ? അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാം രോഗികളെ ഞാൻ സുഖാക്കുന്നവരോട് ശിർക്ക് വന്നോ? ഇല്ല. എന്തുകൊണ്ട്? അവിടെ ഈസാ നബി അലൈഹി സ്വലാം അത് ചെയ്യുമെന്ന് പറഞ്ഞോടത്തൊക്കെ കാണാം ഇതിനില്ല, സ്വന്തം വക ചെയ്യണതല്ല, അള്ളാന്റെ അനുവാദത്തോടെ ചെയ്യുന്നതാണ്. എന്ന പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊരു സംഗതിക്ക് കാരണമായാലും അത് സ്വന്തം പവർ കൊണ്ടല്ല, മറിച്ച് അള്ളാഹു തആല നൽകിയ പവറാണ്. ആ സമയത്ത് അള്ള ചെയ്യണതോ അള്ള ചെയ്യണ സ്വന്തം പവർ കൊണ്ടാണ്. ഈ വ്യത്യാസമാണ് അവിടെ ഒക്കെ കാണാൻ സാധിക്കുക.
അള്ളാന്റെ ഒരു വിശേഷണം തന്നെ മറ്റൊരാൾക്ക് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ശിർക്ക് വരില്ല. മറിച്ച് ആ പറഞ്ഞ വിശേഷണം പറയുന്ന സമയത്ത് പറയുന്നവന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നത് നോക്കിയിട്ടാണ് ശിർക്ക് തീരുമാനിക്കുക. ഇപ്പൊ നമുക്കറിയില്ലേ, ഖുർആനിൽ തന്നെ കാണാലോ, അള്ളാഹിനെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആരാണ്, റഊഫാണ്, റഹീമാണ്. അതേ വാചകം തന്നെ ആരെ പറ്റിയും പറഞ്ഞു, റസൂലിനെ പറ്റിയും പറഞ്ഞു. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികൾക്ക് റഊഫാണ്, റഹീമാണ്. അള്ളാഹിനെ പറ്റി എത്ര സ്ഥലത്ത് ഖുർആനിൽ റഊഫാണ്, റഹീമാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തോട് ശിർക്ക് വരുമോ? നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ശിർക്ക് വരുമെന്ന് പറഞ്ഞതിന്റെ ന്യായം അനുസരിച്ച് തോന്നിയാലും എന്ത് വരണം? ശിർക്ക് വരണം. ഖുർആനിലും ശിർക്കൊന്നും ഒഴിവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വിരിഞ്ഞ് ഏത് മതത്തിലാ നിൽക്കാവോ? നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റിദ്ധരിപ്പിക്കലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാത്തോണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മുടെ വിഷമങ്ങൾ തീരാൻ കാരണക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ കാരണക്കാരനാവൻ എന്ന് പറഞ്ഞത് ചിലപ്പോൾ അവിടുത്തെ ദുആ കൊണ്ടാവാം, ചിലപ്പോൾ അവിടുത്തെ വെറും ബറക്കത്ത് കൊണ്ടാവാം, അവിടുത്തെ സാന്നിധ്യം കൊണ്ടാകാം, അവിടുത്തോടുള്ള മഹബത്ത് കൊണ്ടാവാം. വിവിധത്തിൽ പല മേഖലയിലേക്കും നീണ്ടു നിൽക്കുന്ന കാരണക്കാരൻ എന്ന് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞതാണ് ഇപ്പൊ നാരിയത്തു സ്വലാത്തിലുള്ളത്. അതുകൊണ്ട് നാരിയത്തു സ്വലാത്ത് ശിർക്കാണെങ്കിൽ ഞാൻ പറയുന്നു, നേരത്തെ ഞാൻ പറഞ്ഞ ആലിമു ഖുറൈശിനിയം ലൗ തിബാഖൽ ഇൽമാ, ലോകം മൊത്തം വിജ്ഞാനം കൊണ്ട് നിറക്കുമെന്ന് പറഞ്ഞ ഖുറൈശി പണ്ഡിതനായ ശാഫി ഇമാമ് തന്റെ കിതാബ് റിസാല എന്ന് പറയുന്ന ലോകത്തെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിലെ സ്വലാത്തിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഫലം തുംസി ബിനാ നിഅ്മത്തുൻ ലഹറത് വലാ ബതനത് നിൽനാ ബിഹാ ഹല്ലം ഫീ ദീനിൻ വദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ ഔ ഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ. കണ്ടോ എത്ര വ്യക്തമായിട്ടാ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതന്നെ നാരിയത്തു സ്വലാത്തിലുള്ളൂ. ഫലം തുംസി ബിനാ നിഅ്മത്തുൻ ലഹറത് വലാ ബതനത്, വ്യക്തമോ അവ്യക്തമോ ആയിട്ടുള്ള ഏതൊരു അനുഗ്രഹം നമുക്ക് കിട്ടിയാലും, അല്ലെങ്കിൽ അത് ദീനിൽ കിട്ടിയാലും ദുനിയാവിൽ കിട്ടിയാലും, ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ, ദുനിയാവിലോ ആഖിറത്തിലോ എന്തെങ്കിലും ഒരു വിഷമകരമായ സംഗതികൾ നമ്മിൽ നിന്ന് ഒഴിവായി കിട്ടിയാലും, അതായത് സന്തോഷം ഇങ്ങോട്ട് വന്നാലും ദുഃഖം നമ്മിൽ നിന്ന് നീങ്ങിപ്പോയാലും, അത് ദീനുമായിട്ട് ബന്ധപ്പെട്ടതായാലും കൊള്ളാം, ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടതായാലും കൊള്ളാം, അങ്ങനെ ഏത് നിലക്കുള്ളതാണെങ്കിലും ശരി, ഇല്ലാതെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ കാരണക്കാരനായിട്ടല്ലാതല്ല. അപ്പൊ നമുക്ക് എന്തൊരു അനുഗ്രഹം കിട്ടിയാലും അതിന്റെ കാരണക്കാരനാണ് റസൂലുള്ളാഹ്. അതെന്നെ തൻഹല്ലു ബിഹിയറിന് റസൂലുള്ള കാരണമായിട്ട് എന്തഴിയും? കുരുക്കുകൾ അഴിയും എന്ന് പറഞ്ഞത്. അപ്പൊ ഷാഫി ഇമാം ഈ സ്വലാത്ത് ചൊല്ലിയ വകയില് അതിനുശേഷം എത്ര പണ്ഡിതന്മാർ ഇവിടെ വന്നു അല്ലെ? പുത്തൻവാദികൾ വരെ വലിയ കാര്യത്തിൽ പറയുന്ന ഷാഫി ഇമാമിന്റെ ശിഷ്യൻ കൂടിയായ അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു അല്ലെ, ഇമാമു സുന്ന എന്നല്ലേ പറയാറ്. ആ അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ഈ സ്വലാത്ത് കണ്ടിട്ടില്ലേ? എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങൾ കാരണക്കാരനാന്ന് പറഞ്ഞപ്പോ മൗലവിമാര് പറഞ്ഞതുപോലെ പറഞ്ഞോ? കാരണക്കാരനായിട്ട് അല്ലാതെ വേറെ ആരുമില്ല, ഇല്ല. മറിച്ച് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഗ്രന്ഥം ഇറങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി? നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഇന്ന് വരെ വന്ന ഒരൊറ്റ മുസ്ലിമും ഈ സ്വലാത്തിനെ ആക്ഷേപിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുറച്ച് സാധുക്കൾ നാരിയത്തു സ്വലാത്തിനെതിരെ വിമർശനമായിട്ട് ഇറങ്ങിയാൽ അത് മുസ്ലിം ഉമ്മത്ത് കെയർ ചെയ്യേണ്ടതല്ല എന്ന് മാത്രമേ അത് സ്വന്തമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇനി നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാരണക്കാരനല്ലേ എല്ലാ നന്മയിലും? ആണെന്നല്ലേ ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്? ആരാ റസൂലുള്ളാഹ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാത്തതാണ് വഹാബിക്ക് പറ്റിയ അബദ്ധം. നാരിയത്തു സ്വലാത്തിനെ വിമർശിക്കുന്നവർക്കൊക്കെ പറ്റിയ അബദ്ധമാണ്. ഇത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹാണ്. ആ സഹീഹിൽ നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് പഠിപ്പിക്കുന്നിടത്ത് അള്ളാന്റെ റസൂൽ എന്ന് പറയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന സയ്യിദു ഉൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. വഅവ്വലു മൻ യൻശഖു അൻഹുൽ ഖബർ, ആദ്യമായി അന്ത്യനാളിനോടനുബന്ധിച്ച് ഖബർ പിളർന്ന് ഖബറിന്ന് പുറത്തു വരുന്ന ആള് ഞാനാണ്. വഅവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫഇൻ, ആദ്യമായി റെക്കമെന്റ് ചെയ്യുന്നവനും ആ റെക്കമെന്റ് സ്വീകരിക്കപ്പെടുന്നവനും ഞാനാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ലക്ഷക്കണക്കിന് ഹദീസ് വരെ പാഠമാക്കിയ പുത്തൻവാദികൾ പോലും പലപ്പോഴും ആദരവിന്റെ അവസ്ഥയിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ള നേതാവ് ഇമാം നവവി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്ന സമയത്ത് പറയാണ്, ബാബു തഫ്ളീലി നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജമീഇൽ ഖലായിഖ്, എല്ലാ സൃഷ്ടികളെക്കാളും റസൂലുള്ളാഹിന്റെ ശ്രേഷ്ഠത എന്നാണ് ഇമാം മുസ്ലിം ഈ അധ്യായത്തിന് കൊടുത്ത പേര്. ഹെഡിങ് എങ്ങനെയാണ്? ആ സ്വലാത്തിന്റെ ആ ഗ്രന്ഥത്തിൽ അതിന്റെ വ്യാഖ്യാനത്തിൽ ശറഹ് മുസ്ലിമിൽ നവവി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്,
ഇവിടെ അന സയ്യിദു ഉൽദി ആദം എന്ന് പറഞ്ഞെടുത്ത് ഖാലൽ ഹറവിയു ഇമാം ഹറവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് ആ സയ്യിദ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യഫൂഖു ഖൗമഹു ഫിൽ ഖൈരി, എല്ലാ നന്മയിലും ജനത്തിന്റെ നേരെ നിൽക്കുന്നയാൾ, ഒരു പണത്തൂക്കം മുന്നിൽ നിൽക്കുന്നയാളെന്നാണ് സയ്യിദിന്റെ അർത്ഥം. വഖാല ഗൈറുഹു, ഹറവി ഇമാം അല്ലാത്തവർ പറഞ്ഞു ഹുവല്ലദീ, സയ്യിദ് എന്ന് പറഞ്ഞാൽ ആരാ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ, ഹുവ അവർ, അല്ലദീ ഒരാളാണ്, യുഫ്സഉ ഇലൈഹി ഫിൻ നവാഇബി വശദാഇദി, ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ സമയത്ത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ബേജാറോടെ ഓടിച്ചെല്ലുന്ന ആളാണ്. ഫയഖൂമു ബിഅംജിഹിം വയതഹമ്മലു അൻഹും മകാരിഹഹും, അങ്ങനെ ആളുകൾ ഓടിച്ചെല്ലുമ്പോ ഞാൻ ഒന്നും സഹായിക്കാൻ കഴിയില്ല, നിങ്ങൾ പടച്ചവനോട് ചോദിച്ചു പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന ആളല്ല. ഫയതഹമ്മലു അൻഹും ഫയഖൂമു ബിഅംജിഹിം, അവരുടെ കാര്യങ്ങൾ എന്താണെങ്കിൽ അതൊക്കെ നോക്കി നടത്തുകയും വയതഹമ്മലു അൻഹും മകാരിഹഹും, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുകയും വയദ്ഫഉഹ അൻഹും, ആ ബുദ്ധിമുട്ടുകൾ അവരിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന നേതാവാണ് ആര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അന സയ്യിദു ഉൽദി ആദം എന്ന് റസൂലുള്ളാഹി പറയുന്നു. ഇമാം മുസ്ലിം തന്റെ സഹീഹിന്റെ 5899 നമ്പർ ഹദീസായിട്ട് ആ ഹദീസ് ഉദ്ധരിക്കുന്നു. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ സയ്യിദാണ്. സയ്യിദിന്റെ അർത്ഥം എന്താ, യുഫ്സഉ ഇലൈഹി, അദ്ദേഹത്തിലേക്ക് ഓടിച്ചെല്ലും. ആര്, ജനങ്ങൾ ഓടിച്ചെല്ലും. എപ്പോ, ഫിൻ നവാഇബി വശദാഇദി, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമ്പോ. എന്താ ഇപ്പൊ അള്ളാഹുവാണ് നമ്മളെ വിഷമം തീർക്കാന്ന് റസൂലുള്ളാഹിക്ക് അറിയില്ലേ? നബിമാമിന് അത് മനസ്സിലായിട്ടില്ലേ? അപ്പൊ എന്താ സംഗതി, അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണക്കാരനാണെന്നാ നബി തങ്ങൾ എന്നെ പഠിപ്പിക്കണത്. അപ്പൊ ഇനി ചിലപ്പോ സാധുക്കള് സാധാരണക്കാരെ പൊട്ടിച്ചാക്കാൻ വേണ്ടി പറയും, ആ ഹദീസ് ഒന്ന് തുടക്കം മുതൽ വായിച്ചു നോക്കിയ എന്താ അവിടെ ഉള്ളത്, അന സയ്യിദു ഉൽദി ആദമ യൗമൽ ഖിയാമന്നുണ്ട്, ഖിയാമത്ത് നാളില് ഞാൻ സയ്യിദാണ്. അപ്പൊ ഖിയാമത്ത് നാളില് ബേജാറുണ്ടാവുമ്പോ ആര് തോടി ചെല്ലും, റസൂലുള്ളാഹിന്റെ തോടി ചെല്ലുന്നതിനകത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഞാൻ അർത്ഥം വെച്ചാൽ തന്നെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആലല്ലേ, അന്ന് അള്ളാഹിന്റെ അടുത്ത് ഓടിക്കൂടെ? അന്നെന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രോച്ച് ചെയ്യണത്? എന്നാൽ അന്നത്തേക്ക് മാത്രമല്ല, റസൂലുള്ളാഹി എന്നത്തേക്കും സയ്യിദാണ്. ഇപ്പോഴും നബി തങ്ങൾ സയ്യിദാണ്. അത് വിശദീകരിച്ചുകൊണ്ട് പറയാം, ഫസബബു തഖീദി, എന്താണ് ഈ ഖിയാമത്ത് നാളിലേക്ക് എന്ന് പറഞ്ഞത്? വഅമ്മാ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സയ്യിദാണെന്ന് പറഞ്ഞത് മുമ്പ് സയ്യിദ് അല്ല എന്നുള്ള അർത്ഥത്തിലല്ല, അന്നഹു സയ്യിദുഹും ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലൊക്കെ റസൂലുള്ളാഹി സയ്യിദ് തന്നെയാണ്. പിന്നെന്തിനാ ഖിയാമത്ത് നാളിൽ സയ്യിദാന്ന് പറഞ്ഞത്? ഫസബബു തഖീദി, അങ്ങനെ പറയാൻ കാരണം അന്ന ഫീ യൗമിൽ ഖിയാമത്തി യദ്ഹറു സുഉദുഹു ലികുല്ലി അഹദിൻ, അന്ന് റസൂലുള്ളാഹിന്റെ നേതൃത്വം അത് എല്ലാവർക്കും വ്യക്തമാവും. അന്ന് നബിതങ്ങളുടെ നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ ആരും ഉണ്ടാവില്ല. ഭൂമിയിൽ ജീവിച്ചപ്പോ ചിലപ്പോഴൊക്കെ ആര് വെല്ലുവിളിച്ചിട്ടുണ്ട്? പലരും വെല്ലുവിളിച്ചിട്ടുണ്ട്. ഏതുപോലെ? അള്ള പറഞ്ഞതുപോലെ ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അന്ത്യനാളിൽ ജനങ്ങളൊക്കെ പിന്നെ സൂര്യന്റെ ചോട്ടിൽ അതിശക്തമായി വിഷമിച്ച് ബേജാറിന് നിൽക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നത്തെ അധികാരം? ആർക്കാണ് ഇന്നത്തെ അധികാരം എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അള്ളാഹ്ക്കാണ് ഇന്നത്തെ അധികാരം. അതിന്റെ അർത്ഥം അതിന്റെ മുമ്പ് അള്ളാഹ്ക്ക് അധികാരം ഇല്ല എന്നല്ല, മറിച്ച് അന്ന് അധികാരിയാണെന്ന് പറഞ്ഞു വരാൻ പോലും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴും റസൂലുള്ള സയ്യിദാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഓടിച്ചെല്ലുക എന്നത് അത് ആരുടെ പണിയാണ്? ഉമ്മത്തിന്റെ പണിയാണ്. അവർ ഓടിച്ചെല്ലണം, റസൂലുള്ളാഹിനെ അപ്രോച്ച് ചെയ്യണം എല്ലാ വിഷയത്തിലും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് അവിടുത്തെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയാൽ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹായി മഹത്വമായി തൻഹല്ലു ബിഹിൽ ഉഖദു എന്ന് പറഞ്ഞതിൽ ആശയപരമായി ഒരബദ്ധവും ഒരാൾക്കും കണ്ടെത്താൻ സാധിക്കില്ല. ഇനി ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഇത്രയും ബേസിക്കലായിട്ട് പറഞ്ഞ ഈ സംഗതികൾ റസൂലുള്ളാഹിന്റെ കാരണം കൊണ്ട് എന്താകും? അഴിയാത്ത കുരുക്കുകളൊക്കെ അഴിഞ്ഞു പോകും. എത്ര വിഷമമുള്ള ആളുകൾക്കും ആ വിഷമത്തുനിന്ന് നബിതങ്ങളെ കാരണം കൊണ്ട് എന്ത് കിട്ടും? രക്ഷ കിട്ടും എന്നല്ലേ ഇപ്പൊ തൻഹല്ലു ബിഹിൽ ഉഖദു എന്ന് പറഞ്ഞ ഒന്നാമത്തെ കംപ്ലൈന്റ്. തൻഹല്ലു ബിഹി, റസൂലുള്ള കാരണമായിട്ട് അഴിയും. അൽ ഉഖദു, കെട്ടുകൾ അഴിയും. പറഞ്ഞാൽ ആരും അഴിച്ചാൽ അഴിയില്ല എന്ന് തോന്നുന്ന അഴിയാ കുരുക്കുകളൊക്കെ ആരുടെ കാരണം കൊണ്ട് അഴിയും? റസൂലുള്ളാഹിന്റെ കാരണം കൊണ്ട് അഴിയും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അഴിച്ച് കൊടുക്കും. ഇതാണിപ്പോ അതിൽ ഒന്നാമത്തെ പരാമർശം. ഈ പരാമർശം റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയാൽ, ഇസ്ലാം മതത്തിലെ ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ ആർക്കാണ് സംശയിക്കേണ്ടതുള്ളത്? ഓരോ തെളിവുകൾ മാത്രം ഓരോ വിഷയത്തിനും ഞാൻ പറയാം. തൻഹല്ലു ബിഹിൽ ഉഖദു, ഒന്നാമത്തെ കംപ്ലൈന്റ് അവിടെയല്ലേ? റസൂലുള്ള കാരണത്താൽ കെട്ടുകൾ അഴിയും.
ആർക്കാ സംശയം? അഴിയാത്ത കുരുക്കുകളുമായിട്ട് വിഷമിച്ചവരൊക്കെ റസൂലുള്ളാഹിനെ സമീപിച്ചില്ലേ? അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ അയച്ചു കൊടുത്തില്ലേ? കൊടുത്തു. നിങ്ങൾ നോക്ക്, ഇത് ഇമാം ദാരിമിയുടെ സുനൻ, ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായ ഇമാം ദാരിമിയുടെ സുനൻ. ആ സുനനിന്റെ 9 നമ്പർ 10 നമ്പർ ഹദീസ് ഒരു സ്ത്രീ ഇവരുടെ കൂട്ടമായിട്ട് അതേപോലെ ദോഷണത്തിന്റെ സമയത്തും അങ്ങനെ വളരെ മോശമായിട്ട് ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഇങ്ങനെ വിളമ്പാൻ നേരത്ത് അതൊക്കെ എടുത്ത് കച്ചറയിലേക്ക് തട്ടിയാൽ എന്തായിരിക്കും അതിന്റെ ഒരു അവസ്ഥ? അപ്പൊ വേറെ ഒരു ടൈമിലും ഒരു കുഴപ്പമില്ല, അല്ലാത്ത ടൈമിലൊക്കെ ആള് നോർമലാ. അതേ സമയത്ത് ഫുഡ് എടുക്കേണ്ട ടൈമായ അപ്പൊ ഇങ്ങോട്ട് ഭ്രാന്തളകും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും, ഭക്ഷണം കൊണ്ടാകെ കളിക്കും. അതുകൊണ്ട് ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാ, പല ചികിത്സയും ചെയ്തു നോക്കി നബിയെ, ഒന്നും ഫലിച്ചില്ല. ആ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാട്ടിലെ വഹാബികളും മൗദൂദികളും പറയുന്ന തൗഹീദാണ് റസൂലുള്ള പഠിപ്പിച്ചതെങ്കിൽ, അതായത് എന്ത് സംഗതി വന്നാലും നിങ്ങൾ അള്ളാഹിനോട് കംപ്ലൈന്റ് പറയണം എന്നല്ലാതെ ആരെ സമീപിച്ചൂടാ? റസൂലുള്ളാഹിനെ സമീപിച്ചൂടാ എന്ന ആശയമാണ് ഇവര് പറയണേ. അതുകൊണ്ട് അവർ നബി സ്വലാത്തിനെ എതിർത്ത്. എന്നാൽ ആ ആശയം റസൂലുള്ളാഹി ഉണ്ടായിരുന്നുവെങ്കിൽ നബി സ്വല്ലല്ലാഹു നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹിന്റെ റസൂല് പറയണം, അതിനിപ്പോ എന്താ നിങ്ങളെ മകന് ഭ്രാന്താണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളി, അള്ളാഹിനോട് പറഞ്ഞോളൂ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ ഉദൂനി അസ്തജിബിലക്കും, നിങ്ങൾ എന്നോട് വേറെ ഞാൻ ഉത്തരം തരാം. കാരണം എന്താ? അള്ളാഹു നമ്മളായിട്ട് മൗലവിമാർ ചിലപ്പോ പറയും കണ്ടനാടിയേക്കാളും അടുത്താണ് അള്ളാഹു തആലാന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് നമ്മളെ വളരെ സ്നേഹിക്കുന്ന ആളാണ്. അങ്ങനെ ഏറ്റവും സ്നേഹമുള്ള ഒരാളിലേക്ക് ആര് വേണ്ട? റെക്കമെൻഡ് വേണ്ട, കെയർ ഓഫ് വേണ്ട എന്നാണ് ഒരു മൗലവി പ്രസംഗിക്കുന്നത്. നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹു ആകുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനോട് റെക്കമെൻഡ് വേണോ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനോട് റെക്കമെൻഡ് വേണോ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ടോ? ഒരു മൗലവി പ്രസംഗിക്കാണ് അള്ളാഹ്ക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ് എങ്കിൽ അള്ളാഹിനോട് ഒരു സംഗതി പറയുമ്പോൾ അതിൽ ആരാവശ്യമില്ല, നമുക്ക് റെക്കമെൻഡിന്റെ ആവശ്യമില്ല. സ്നേഹിക്കുന്നവന് റെക്കമെൻഡ് വേണോന്നാ മൗലവി ചോദിക്കണേ. നിങ്ങൾ ആലോചിച്ച് നോക്കേ. അപ്പോ ഇവിടെ നമ്മൾ കണ്ടു, സ്നേഹിക്കുന്നവന് റെക്കമെൻഡ് വേണമെന്ന് ചോദിച്ച ആളുകൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ടാണ് ഈ ഉമ്മ പറയണത് എന്റെ മകനെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല, ഈ കുരുക്ക് അഴിക്കാൻ പറ്റണില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദറഹു വദഅ, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിന്റെ നെഞ്ചിന്റെ ഭാഗത്തൊന്ന് തടവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ തടവി പ്രാർത്ഥന കഴിഞ്ഞപ്പോ ആ കുട്ടി അങ്ങ് ഛർദ്ദിച്ചു. ഛർദ്ദിച്ചപ്പോ വഖറജ മിൻ ജൗഫിഹി മിസ്ലുൽ ജുർവിൽ അസ്വദ്, ഒരു കറുത്ത നായക്കുട്ടി പോലത്തെ ഒരു ജീവി ഈ കുട്ടിയുടെ അകത്ത് നീ ഛർദ്ദിച്ചപ്പോ പുറത്തേക്ക് പോയി അതാണ്ട് ഓടിപ്പോവുകയും ചെയ്തു. ഇമാം ദാരിമി തന്റെ സുനനിന്റെ 19 നമ്പർ ഹദീസായി ഇത് ഉദ്ധരിക്കുന്നു. ഇമാം അഹ്മദും തബറാനിയും ഒക്കെ ആ ഹദീസ് ഉദ്ധരിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് നാരിയത്തു സ്വലാത്തിൽ പറഞ്ഞ തൻഹല്ലു ബിഹിൽ ഉഖദു, അഴിയാത്ത കുരുക്കുകളൊക്കെ റസൂലുള്ളാഹിനെ അപ്രോച്ച് ചെയ്താൽ അഴിയും, ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിന് റസൂലുള്ള കാരണക്കാരനായി പ്രവർത്തിക്കും. ഒരു കുട്ടിക്ക് അസുഖം വരുന്നു, എന്ത് ചികിത്സിച്ചിട്ടും മാറ്റല്ല. ഭക്ഷണത്തിന്റെ സമയത്താണ് അസുഖം ഇളകണത്, അപ്പൊ എന്തൊക്കെ കാണിക്കാന്ന് പറയാനും പറ്റൂല. അദ്വിധത്തിൽ കുടുങ്ങിയ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ആ കുഞ്ഞിനായിട്ട് ചെന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിന്റെ നെഞ്ച് തടവുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് തങ്ങൾ ആ കുട്ടിയുടെ രോഗം മാറാൻ കാരണക്കാരനായി. അത്രന്നല്ലേ ആരിയത്ത് സ്വലാത്തിലും പറഞ്ഞുള്ളൂ, തൻഹല്ലു ബിഹി, റസൂലുള്ള കാരണത്താൽ അഴിഞ്ഞു കിട്ടും, അല്ലുഖദു, കെട്ടുകൾ അഴിഞ്ഞു കിട്ടും. അതായത് അഴിക്കാൻ സാധിക്കില്ല, പ്രശ്നം തീരൂല എന്ന് വിചാരിച്ച സംഗതികളിൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കാരണക്കാരനായിട്ട് വർത്തിക്കും. അതേപോലെ നിങ്ങൾ കണ്ടോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് അപസ്മാരമുള്ള ഒരു സ്ത്രീ വരികയാണ്. അപസ്മാരമുള്ള ഒരു സ്ത്രീ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹിലെ 5652 നമ്പർ ഹദീസ്. മൗലവിമാര് ഖുർആനും സുന്നത്തും മുറുക്കി പിടിക്കലല്ലാതെ തുറന്നു നോക്കലില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നാരിയത്തു സ്വലാത്തിനെ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങിയ സകല മൗലവിമാരും ആലോചിക്കണം, റസൂലുള്ളാഹിന്റെ കാരണം കൊണ്ട് കെട്ടുകൾ അഴിയുമെന്ന് പറഞ്ഞാൽ ആർക്കാണ് അതിൽ പ്രതിഷേധം ഉണ്ടാവേണ്ടത്? ഒരാൾക്ക് അതിൽ പ്രതിഷേധം ഉണ്ടാവേണ്ടതില്ല. കാരണം എന്താ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്താഉ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഇബ്നു അബ്ബാസ്, എന്നോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ഉരീക ഇംറാഅത്തൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിൽപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ? ഖുൽതു ബല,
അത്താ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ കാണിച്ചു തരണം. ഖാല ഹാദിഹിൽ മറഅത്തു സൗദ, ഒരു കറുത്ത പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ കറുത്ത സ്ത്രീയാണ്. ആത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ സ്ത്രീ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഫഖാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നി യുസ്റഉ, നബിയെ എനിക്ക് അപസ്മാരം വരാറുണ്ട്. വ ഇന്നി അതകശഫു, ആ സമയത്ത് എന്താവും, അപസ്മാരം വന്ന് ബോധം പോയാൽ ആ സമയത്ത് ഞാൻ വിവസ്ത്രയാകും, എന്റെ ശരീരത്തിലുള്ള വസ്ത്രമൊക്കെ ഞാൻ പോലും അറിയാതെ എന്താകും, അതങ്ങ് നീങ്ങിപ്പോകും. അതുകൊണ്ട് ഫദ്ഉല്ലാഹ ലി, എനിക്ക് വേണ്ടി തങ്ങളൊന്ന് ദ്വാർക്കണം. എന്തിനാ? അതെന്തിനാ? അള്ളാഹു അടുത്താണല്ലേ, അടുത്തവർക്ക് റെക്കമെന്റ് വേണ്ടെന്നല്ലേ മൗലവിമാരുടെ ഭാഷ്യം. ഫദ്ഉല്ലാഹ ലി, എനിക്ക് വേണ്ടി തങ്ങളൊന്ന് ദ്വാർക്കണം. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശീതി സബർതി, പെണ്ണെ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ നീ ക്ഷമിച്ചോ, വലക്കിൽ ജന്ന, നിനക്ക് സ്വർഗം പകരം തരാം. അതേ സമയത്ത് വൈൻ ശീതി ദഅഉതുല്ലാഹ, നീ നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ അള്ളാഹിനോട് ദ്വാർക്കാം. അയ്യോ അഫിയക്കി, അള്ളാഹു തആല നിനക്ക് ശമനം തരാൻ വേണ്ടി, സുഖം തരാൻ വേണ്ടി ദ്വാർക്കാം. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, നബി എനിക്ക് സ്വർഗം വേണം, അസ്ബിർ, ഞാൻ ക്ഷമിച്ചോളാം. പക്ഷേ ഇന്നി അതകശഫു, ഞാൻ ഈ വസ്ത്രം നീങ്ങിപ്പോകുക എന്നുള്ളത് എനിക്ക് അറിയാതെ സംഭവിച്ചു പോകുന്നൊരു പ്രശ്നമാണ്. ആത്മാഭിമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയൊരു ബുദ്ധിമുട്ട് എന്താണുള്ളത്. അതുകൊണ്ട് തന്നെ ഫദ്ഉല്ലാഹ ലി അല്ലാ തകശഫ, ഞാനിതാ ഇങ്ങനെ അസുഖമുണ്ടാകുന്ന സമയത്ത് എന്റെ രോഗം മാറിക്കിട്ടാൻ വേണ്ടി ദ്വാർക്കേണ്ടയില്ല. അതേസമയത്ത് ഈ വിഷമം, ഈ വസ്ത്രം നീങ്ങിപ്പോകുക എന്നുള്ളതൊന്ന് മാറാൻ വേണ്ടി ദ്വാർക്കണം തങ്ങള്. ഇതങ്ങ് പറഞ്ഞു തീരുമ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ ദ്വാർന്നു. അപ്പൊ ആ പെണ്ണിനെ കുറിച്ചാണ് ആര് പറയണത്? ബഹുമാനപ്പെട്ട അത്താ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സ്വർഗ്ഗക്കാരിയാണ് ആ പെണ്ണ്, റസൂലുള്ള സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞ പെണ്ണാണ്. അപ്പൊ ഇവിടെ ഈ രൂപത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന, അഴിയാത്തൊരു കുരുക്കുമായി എത്ര ചികിത്സിച്ചിട്ടും ഫലമില്ലാത്തൊരു രോഗവുമായി ബുദ്ധിമുട്ടുന്ന പെണ്ണ് അള്ളാഹിന്റെ റസൂലിനെ സമീപിച്ചു. റസൂലുള്ള കാരണമായിട്ട് അവരുടെ ആ വിഷമം നീങ്ങിക്കിട്ടി. ദന്നല്ലേ തൻഹല്ലു ബിഹിൽ ഉഖദ് പറഞ്ഞിട്ടുള്ളൂ. അടുത്ത സംഗതി എന്താ? തങ്ങളെ കാരണം കൊണ്ട് ബുദ്ധിമുട്ട് നീങ്ങും. ഏത് ബുദ്ധിമുട്ടുള്ള ആൾക്കും ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ആര് അപ്രോച്ച് ചെയ്താൽ സാധിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രോച്ച് ചെയ്താൽ സാധിക്കും. സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ 3540 നമ്പർ ഹദീസ്, 3540 നമ്പർ ഹദീസ്, മഹാനായ ജുഐദ് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു സായിബ് ബിൻ യസീദ, സായിബ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു. ഇബ്നു 94 94 വയസ്സ് പ്രായമുള്ള സമയത്ത്. എങ്ങനെ കണ്ടു? ജൽദൻ മുഅ്തദിലൻ, നല്ല പവറുള്ള ആരോഗ്യമുള്ള ആളായിട്ട് കണ്ടു. ഫഖാല, ആ സമയത്ത് അവർ പറഞ്ഞു, ഖദ് അലിംതു, എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട്, മാ മുത്തൈതു ബിഹി സംഇ വ ബസരി ഇല്ലാ ബിദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 94 വയസ്സിലും ഞാൻ ഓൾറെഡി പെർഫെക്റ്റ് ആയിട്ട് നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹിന്റെ റസൂലിന്റെ ദുആന്റെ ബലത്തിലാണ്. സായിബ് യസീദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹിന്റെ ദുആയുടെ ബലത്തിലാണ്. എന്താ സംഭവമെന്നറിയോ? ഇന്ന ഖാലത്തി, എന്റെ ഇളയമ, അതായത് ഉമ്മാന്റെ സഹോദരി, റഹബത്ത് ബി ഇലൈഹി, എന്നെയും കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയി. ഫഖാലത്ത്, എന്നിട്ട് എന്റെ ഇളയമ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലെ, ഇന്നബിന ഉഖ്തി ഷാക്കിൻ, എന്റെ ഈ സഹോദരിയുടെ മകൻ അവൻ രോഗിയാണ്, അതുകൊണ്ട് ഫദ്ഉല്ലാഹ ലഹു, തങ്ങളൊന്ന് അവന് വേണ്ടി ദ്വാർക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ശരീരത്തിൽ തലയിൽ തടവുകയും എനിക്ക് ബർക്കത്തിന് വേണ്ടി ദ്വാർക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് 94 വയസ്സിലും ഒരു പ്രശ്നമല്ലാതെ ഞാനിപ്പോഴും നിൽക്കുന്നത്. എന്റെ കാഴ്ചക്ക് കുഴപ്പമില്ല, കേൾവിക്ക് കുഴപ്പമില്ല, ഒരവയവത്തിനും പ്രശ്നമല്ല, ഞാൻ ഓൾറെഡി പെർഫെക്റ്റ് ആണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയായ, കുട്ടിയാകുന്ന കാലത്ത് സഹാബിയാകാൻ ഭാഗ്യം കിട്ടിയ സായിബ് യസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരിയുടെ സഹീഹിന്റെ 3540 നമ്പർ ഹദീസിൽ വിശദീകരിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹിന്റെ റസൂലിന്റെ കാരണം കൊണ്ട് അഴിയാത്ത കുരുക്കുകൾ അഴിഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇവിടെ ബേജാറാകേണ്ടതുള്ളത്? അതേപോലെ നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു, അടുത്ത സംഭവം എന്താ? വതുഖലാബിഹിൽ ഹവായിജു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആവശ്യങ്ങൾ നേടിക്കിട്ടും. റസൂലുള്ളാഹിന്റെ കാരണം കൊണ്ട് ആവശ്യം നേടിക്കിട്ടും. ആർക്കാ സംശയം? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹ് 5905 നമ്പർ ഹദീസ്, 5905 നമ്പർ ഹദീസ്. ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാൻ, അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തതിമുഹു, റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരാൾ വരികയാണ്, പട്ടിണി കിടന്ന് വല്ലാണ്ട് വിഷമിച്ചിരുന്നു, നബിയെ എനിക്ക് സ്ഥിരമായിട്ടൊരു ഫുഡിനുള്ള ഏർപ്പാട് വേണം, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഭക്ഷണത്തിനുള്ള ഏർപ്പാട് വേണം. 2 ഉറുപ്പ്യക്കോ 1 ഉറുപ്പ്യക്കോ ഒന്നും അരി കൊടുക്കുന്ന സംഗതി ഒന്നുമല്ല, അതിനേക്കാളും വലിയ ഓഫറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാണ്, എനിക്ക് ഭക്ഷണം വേണം.
അപ്പൊ തൽക്കാലം ഇന്നത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിനല്ല ചോദ്യം, മറിച്ച് സ്ഥിരമായിട്ട് കഴിക്കാനുള്ള ഭക്ഷണത്തിന് സംവിധാനം വേണം. അതിന് വലിയൊരു ആവശ്യം എന്താ ഒരാൾക്ക് അല്ലേ? ഫുഡിനുള്ള ഏർപ്പാട്, സ്ഥിരമായിട്ടുള്ള ഭക്ഷണത്തിനുള്ള ഏർപ്പാട് കിട്ടുക എന്നുള്ളതിനേക്കാളും വലിയൊരു ആവശ്യം എന്താ? അതിന് റസൂലുള്ളാഹിനെ അപ്രോച്ച് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ എന്താ പറയേണ്ടത്? എന്താ ചങ്ങായി, എത്ര കാലമൊക്കെ ആയിട്ടും നിനക്ക് ഇതുവരെ തൗഹീദ് മനസ്സിലായിട്ടില്ലേ? ഇന്നല്ലാഹു വർ-റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളയാണ് ഭക്ഷണം കൊടുക്കണോ, ഞാനല്ല. അതുകൊണ്ട് ഈ ഓഫീസിലല്ല വരേണ്ടത്, അടുത്ത ഓഫീസിലേക്കാ പോകേണ്ടത് അല്ലേ? സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ തമ്മിലുണ്ടാകുന്ന വാഗ്വാദം മാതിരി അള്ളാഹുവിന്റെ റസൂൽ ഇതിന്റെ ആള് ഞാനല്ല എന്ന് പറയണ്ടേ? ഭക്ഷണം ചോദിച്ചു വന്ന ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, ഫാത്തിഅമഹു, അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ഭക്ഷണം കൊടുത്തു. എത്ര വസ്ക് ഷഈരിൻ, അര വസ്ക്. ഒരു വസ്ക് വെച്ചാൽ 60 സാ എന്നാണ്. ഒരു സാ പറഞ്ഞാൽ ഏകദേശം 2.5 കിലോ, 2,400 ആണ് ഉണ്ടാവുക. അങ്ങനത്തെ 60 ഒരു വസ്ക് പറഞ്ഞാൽ അതിന്റെ പകുതി. അപ്പൊ 30 സാഇന്റെ അവസ്ഥയിൽ വരുന്ന അത്രയും ഭക്ഷ്യധാന്യമാർക്ക് കൊടുത്തു. ഗോതമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്തു. അതിപ്പോ അത്ര വലിയ കാര്യമാണോ? അതല്ല കാര്യം. ഇനി പറയുന്നതാ കാര്യം. ഫമാ സാല റജുലു യഅകുലു മിൻഹു വംറഅതുഹു വലൈഫുഹുമാ. ആ 30 വസ്ക് അര വസ്കു കൊണ്ട്, അതായത് 30 സാഹ് കൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിച്ചാൽ എത്ര ദിവസം കഴിക്കാൻ പറ്റും? വളരെ കുറഞ്ഞ ദിവസത്തേക്കല്ലേ ഉണ്ടാവുള്ളൂ. 30 × 2,400 വെച്ച് കൂട്ടിയാൽ കിട്ടണ ആ സംഖ്യ. അപ്പൊ ഒരു ചാക്ക് ഗോതമ്പ് ഒന്ന് കൂട്ടിക്കോളൂ. ഒരു ചാക്ക് ഗോതമ്പ് കൂട്ടി എത്ര ദിവസം കഴിക്കാൻ പറ്റും? ഇതിന് ഈ ആളും അദ്ദേഹത്തിന്റെ ഭാര്യയും അവരുടെ വീട്ടിൽ വരുന്ന അതിഥികളും ഭക്ഷണം കഴിച്ചു. എത്ര കാലം എന്ന് കണക്കില്ല. ഹത്താ കാലഹു, ഒരുപാട് കാലം കഴിഞ്ഞപ്പോ ഇനി ഇതിൽ എത്ര ഉണ്ടാവും എന്ന് അളന്നു നോക്കി. അതുവരെ ഫക്കാല ഫാത്തൻ നബി അളന്നു നോക്കിയതിനു ശേഷം ഉടൻ എന്ത് തീർന്നുപോയി? ആ ഗോതമ്പ് തീർന്നുപോയി. അപ്പൊ ഒരു ഫാത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. സംഗതി ഇനി പുതിയതായിട്ട് എന്ത് വേണം? ഒരു ചാക്ക് ഗോതമ്പ് വേണം എന്ന് പറയാം. കാരണം എത്ര കാലമായിട്ട് ആ ഗോതമ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലം തകിൽഹു ലഅകൽതും മിൻഹു വലഖാമലകും. അത് അളന്നു നോക്കാനുള്ള ആക്രാന്തം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കുന്നത് വരെ അത് കാലാകാലം ആ ഗോതമ്പ് അങ്ങനെ നിലനിൽക്കുമായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, വതുഖ്ലാ ബിഹിൽ ഹവായിജു, റസൂലുള്ളാഹിനെ കൊണ്ട് ആവശ്യം വീടി കിട്ടും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹിന്റെ 5905 നമ്പർ ഹദീസ്. അതിന്റെ തൊട്ട് മുമ്പ് 4 നമ്പർ ഹദീസിലും പറഞ്ഞ അതേപോലത്തെ ഒരു സംഭവം തന്നെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അത്ഭുതകരമായ ഈത്തപ്പഴ സഞ്ചി നമുക്കറിയാലോ. 2.5 പതിറ്റാണ്ട് കാലാണ് ഒരു ചെറിയ സഞ്ചിയിൽ ഈത്തപ്പഴം കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഈത്തപ്പഴം ആര് കഴിച്ചു നടന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കഴിച്ചു നടന്നത്. അപ്പൊ തുഖ്ലാ ബിഹിൽ ഹവായിജു, റസൂലുള്ളാഹിനെ കൊണ്ട് ആവശ്യങ്ങൾ നിറവേറി കിട്ടും എന്ന് പറയുന്നതിന് നബി തങ്ങളെ മനസ്സിലാക്കിയ ഒരു മുസ്ലിമിനും സംശയത്തിന്റെ ആവശ്യമില്ല. അടുത്തെന്താവാ? തുനാലു ബിഹിർ റഗായിബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരണം കൊണ്ട് ആഗ്രഹം സഫലീകൃതമാകും. എന്ത് ആഗ്രഹമുള്ള ആളുകളും ആ ആഗ്രഹം നിറവേറി കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചാൽ മതി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള പരിഹാരം കാണും. ആർക്കാ സംശയമുള്ളത്? ഒരൊറ്റ സംഭവം പറയട്ടെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹിന്റെ 119 നമ്പർ ഹദീസ്. ആ 119 നമ്പർ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബിയേ, ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറൻ അൻസാഹു, തങ്ങളുടെ അടുത്ത് ഞാൻ ധാരാളം ഹദീസ് കേൾക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ അതേ സ്പീഡിൽ ഞാൻ മറന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തങ്ങൾ എന്ത് ചെയ്യണം? ആ മറവി ഒന്ന് മാറിക്കിട്ടാൻ, എനിക്ക് മെമ്മറി പവർ കിട്ടാൻ, അതിനുവേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്യണം, തങ്ങൾ അതിനു വേണ്ടി ഏർപ്പാട് ചെയ്യണം. നോക്കുങ്ങൾ, എന്റെ മറവി മാറി കിട്ടാൻ വലിയ ആഗ്രഹം തന്നെയല്ലേ? നമ്മൾ പഠിച്ചൊന്നും മറക്കാണ്ടൊക്കെ എന്നുള്ളത് വലിയ പൂജ തന്നെയല്ലേ ഏതൊരാൾക്കും? അതിനുവേണ്ടി റസൂലുള്ളാഹിനെ സമീപിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? അതൊന്നും നമ്മളെ പരിചയപ്പെട്ട സംഗതിയല്ല, ആർക്ക് എന്താ വേണേലും അള്ളാഹിനോട് ചോദിച്ചോന്നല്ല പറഞ്ഞ്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉബ്സുതിരിദാക, നിന്റെ തട്ട നിവർത്തി പിടിക്കുക അബൂ ഹുറൈറ. ഫബസത്തുഹു, റസൂലുള്ളാഹി പറഞ്ഞ ഉടനെ ഞാൻ നിവർത്തി പിടിച്ചു. അങ്ങനെ ഫഅറഫ ബിയദൈഹി, അള്ളാഹിന്റെ റസൂൽ തന്റെ 2 കൈകൊണ്ടും അന്തരീക്ഷത്തിന് അതിലേക്ക് എന്തോ കോരിയിടുന്നത് പോലെ കാണിച്ചു. സുമ്മ കാല, എന്നിട്ട് എന്നോട് പറഞ്ഞു, ദുമ്മഹു, ഇനി നിന്നിലേക്ക് അത് ചേർത്ത് പിടിക്ക്. ഫലമംതുഹു, ഞാൻ ചേർത്ത് പിടിച്ചു. ഫമാനസീതു ശൈഅൻ ബഅദഹു, അതിനുശേഷം ഞാനൊരു സംഗതി മറന്നിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരിൽ പ്രമുഖനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിനെ കേട്ട ഒന്നും പിന്നെ മറന്നിട്ടില്ല. ഇவ்விധത്തിൽ ആഗ്രഹങ്ങൾ എന്തുള്ളവരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. ആ സമീപിച്ചിട്ട് അതിന് ഫലമുണ്ടായി. വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ തുനാലു ബിഹിർ റഗായിബു, അടുത്ത പോയിന്റ് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആഗ്രഹം നിറവേറി കിട്ടും. ആരും ആ വിഷയത്തിൽ സംശയിക്കേണ്ടതില്ല. അടുത്ത സംഗതി എന്താ? വഹുസ്നുൽ ഖവാത്തിം, അന്ത്യം നന്നായി കിട്ടും. ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോണ സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടെ മരിക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധവും അടുപ്പവും കാരണമാകും. ആരും സംശയിക്കണ്ട. റസൂലുള്ളാഹിനോടുള്ള ആദരവ് കമ്മി വന്നാൽ
അതിലെവിടെയെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ ഈമാനോടുകൂടെ ഈ ഭൂമിയിൽ നിന്ന് കണ്ണടക്കാൻ കഴിയില്ല. നിസ്കരിച്ചാലും നോമ്പെടുത്താലും എന്ത് ചെയ്താലും ശരി, അവിടെയാണ് കപടന്മാരും സത്യവിശ്വാസികളും വേർതിരിയുന്ന ടേണിംഗ് പോയിന്റ്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച, നബിതങ്ങളോടൊപ്പം ജമാഅത്തിന് കൂടിയ, റസൂലുള്ളാഹിന്റെ ഒപ്പം പല നന്മയിലും കൂടിയ ആളാ. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ആരോട് ബഹുമാനമല്ല? റസൂലുള്ളാഹിനോട് ബഹുമാനമല്ല. ആ ബഹുമാനമില്ലാത്തതിന്റെ പേരിൽ ജീവൻ പോയ സമയത്ത് വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, അത്തരക്കാരെ കൂട്ടത്തിൽ ഒരാളുടെ പേരിൽ തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കരുത്, വലാ തഖും അലാ ഖബരിഹി, അവന്റെ ഖബറിന്റെ അടുത്തേക്കും പോകരുത് എന്ന് പറയാൻ മാത്രം അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂലിന് ഉണ്ടായ കുഴപ്പമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരവിന്റെ കണ്ണുകൊണ്ട് കാണാൻ അവന് കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നിനോടും ആദരവ് തോന്നാതെ നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും കാര്യമല്ല. സഹാബത്തിന്റെ പ്രത്യേകത ആദരവ് തോന്നിയവർക്ക് റസൂലുള്ളാഹിനെ ആദരിച്ചു. അപ്പൊ നബി തങ്ങളുടെ കാരണം കൊണ്ട് ഇത്തരം പ്ലസ് പോയിന്റുകളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയ ഒരാളെ എതിർക്കേണ്ടതില്ല. പിന്നെ എന്തിനാ വഹാബി നാരിയത്ത് സ്വലാത്തിനെ എതിർത്തത്? അതെതിർത്തത് വേറൊന്നുകൊണ്ടല്ല, റസൂലുള്ളാഹിക്ക് ഇത്രയൊക്കെ സ്ഥാനമുണ്ട് എന്ന് വന്നാൽ നമ്മളൊരു സാധാരണ മുഹമ്മദാണ്, 40 വയസ്സായപ്പോ പ്രവാചകത്വം കിട്ടിയെന്നുള്ള പ്രത്യേകത ഉള്ളൂ എന്ന് പറഞ്ഞ് പൊളിയൂലേ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു വെച്ച അബദ്ധം സുബദ്ധമാക്കാൻ വേണ്ടി വളരെ വൃത്തികെട്ട ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കലും തന്നെ മുസ്ലിം ഉമ്മത്ത് ഇതിൽ പെട്ടുപോകരുത്. ഈമാനോടുകൂടെ മരിക്കണോ, ഹബീബിനോടുള്ള അങ്ങേയറ്റത്തെ അദമ്യമായ പ്രേമവും മഹബത്തും കൽബിൽ കാത്തു സൂക്ഷിക്കണം. അടുത്ത എന്താ? കരീം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ ബഹുമാനമുള്ള മുഖം കൊണ്ട് മഴയെ തടപ്പെടും. ഇത് വിശദീകരിച്ചപ്പോഴാണ് ചില സാധുക്കൾ പറയുന്നത് മഴ പെയ്യിപ്പിക്കുന്നത് അള്ളയാണ്. അതേ സമയത്ത് റസൂലുള്ളാഹിനെ കൊണ്ട് മഴ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹിനോട് പങ്കാളിയാക്കലാണ്. അതുകൊണ്ട് ഇത് മഹത്തായ ശിർക്ക് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ ഉന്നയിക്കുന്നത് ഈ സാധുക്കൾ. നമുക്കറിയില്ലേ ഇസ്തസ്കൽ ഗമാമു ബിവജ്ഹിൽ കരീം എന്ന പ്രയോഗം, ആ പ്രയോഗം നാരിയത്ത് സ്വലാത്തിൽ മാത്രം കടന്നു വന്നതാണോ? അല്ലല്ലോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹിന്റെ 1008 നമ്പർ ഹദീസ്, 1009 നമ്പർ ഹദീസ്, ഈ രണ്ട് ഹദീസും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. സമിഅതു ഇബ്നു ഉമറ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കേട്ടു. ഇബ്നു ഉമർ ആരാ? മുത്തബിഉ സുന്ന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടർന്നയാൾ. ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. യതമസ്സലു ബി ശീരി അബീ താലിബിൻ, അബൂ താലിബ് പണ്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ കണ്ടുപരിചയമുള്ള സംഗതികൾ വെച്ചുകൊണ്ട് അബൂ താലിബ് ഉണ്ടാക്കിയ പാട്ട്, ആ പാട്ട് ഇങ്ങനെ ആവർത്തിച്ചുരുവിടുകയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്താണ് ആ പാട്ട്? വബിയദു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമാ ഇസ്മ തുല്ലിൽ അറാമിലി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊരു പ്രശോഭിതമായ മുഖത്തിന്റെ ഉടമയാണ്. യുസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹി, അവിടുത്തെ മുഖം കൊണ്ട് മഴയെ തേടപ്പെടും. ഇത് പണ്ട് അബൂ താലിബ് പാടിയതല്ല നമുക്ക് തെളിവ്, മറിച്ച് ആ പാട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പീറ്റ് ചെയ്യുന്നു. ആ റിപ്പീറ്റ് ചെയ്ത സംഭവം ഇമാം ബുഖാരി തന്റെ സഹീഹിൽ എടുത്തു കൊടുക്കുന്നു 1008 നമ്പർ ഹദീസായിട്ട്. ഇനി 1009 നമ്പർ ഹദീസ് എന്താണ്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഹംസത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഹദ്ദസനാ സാലിമുൻ നബിഹി റുബ്ബമാ ദക്കർതു ഖൗല ശാഇരി വഅന അൻദുറു ഇലാ വജ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തസ്ഖി. അല്ലാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരും. എന്താ ഓർമ്മ വരുന്നത്? വബിയദു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി. റസൂലുള്ളാഹിന്റെ മുഖം കൊണ്ട് മഴയെ തേടപ്പെടും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീമിന്റെ അത്താണിയാണ്. അതേപോലെ വിധവകൾക്ക് ഏറ്റവും വലിയ അഭയ കേന്ദ്രമാണ്. ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ സംബന്ധിച്ച് അബൂ താലിബ് പണ്ട് പറഞ്ഞത് അതങ്ങനെ തന്നെ. അതാ ഇമാം ബുഖാരി എടുത്ത് ഉദ്ധരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു ഇതേ പാട്ട് പാടിയിട്ടുണ്ടെന്ന് ഫതുൽ ബാരിയിൽ കാണാം. എന്നിട്ട് റസൂലുള്ളാഹിക്ക് അതിൽ ശിർക്ക് തോന്നിയില്ലെങ്കിൽ, വൈസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹി എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിക്ക് അതിൽ ശിർക്ക് തോന്നിയിട്ടില്ലെങ്കിൽ, അതിൽ ഇന്നൊരു മൗലവിക്ക് ശിർക്ക് തോന്നിയാൽ ഓൻ എന്തോ കിർക്കുണ്ട് എന്നല്ലാതെ വേറെന്താ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ പറയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചുരുക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അറിയിക്കുന്നത്, നാരിയത്ത് സ്വലാത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന വിവാദം വെറും വിവാദത്തിന് വേണ്ടിയുള്ള വിവാദമാണ്. അതിൽ കഴമ്പ് അല്പം പോലും ഇല്ല. എന്തുകൊണ്ട്? ഒന്നാമത്തെ ആരോപണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലാത്ത സ്വലാത്ത് എല്ലാം പാടില്ല എന്നാണ്. ആ പറഞ്ഞ ആൾക്കാരൻ അത് തിരുത്തിയിട്ടുണ്ട്. ഏത് ഭാഷയിലും സ്വലാത്ത് എല്ലാം തങ്ങൾ പഠിപ്പിച്ചെന്ന് ആയിക്കൊള്ളുന്നില്ല എന്ന് സക്കരിയ സലാഹി എന്നെ പറഞ്ഞത് നമ്മൾ കേട്ടു അല്ലേ? ആ സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു റസൂൽ പഠിപ്പിച്ച സ്വലാത്ത് തന്നെ ആയിക്കൊള്ളുന്നില്ല.
എന്ന് മാത്രമല്ല എല്ലാ മൗലവിമാരും ചൊല്ലി, സമയമുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മൗലവിമാർ ചൊല്ലിയതിന്റെ കണക്കൻ നമുക്ക് എടുക്കാൻ പറ്റും. ഇഷ്ടം പോലെ സ്വലാത്ത് അവർ ഓരോരുത്തരും ചൊല്ലി. അവരുടെ ബുക്കിലും പറഞ്ഞു, അവർ നേരത്തെ പഠിപ്പിച്ചിട്ടില്ല, റസൂലിനെ പഠിപ്പിച്ചതല്ലാത്ത സ്വലാത്തുകൾ പലയിടത്തും ചൊല്ലി. രണ്ടാമത്തെ സംഗതി എന്താ, റസൂലുള്ളാനെ അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ശിർക്ക് ചെയ്യേണ്ടതിൽ അള്ളാഹ് കൊടുക്കേണ്ട സ്ഥാനം റസൂലുള്ളാഹ് കൊടുത്തിട്ടുണ്ട്. 100% ദുരാരോപണമാണ് അത്. അതിൽ സത്യത്തിന്റെ തരിമ്പുമില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ കാരണക്കാരനാകുന്നു ഇത്തരം സംഗതികൾക്ക് എന്നാണ് നാരിയത്തു സലാത്തിലുള്ളത്. അള്ളാഹിന്റെ റസൂൽ കാരണക്കാരനാണെന്നുള്ളത് ഖുർആനിലും ഹദീസിലുണ്ട്. റസൂലുള്ള മാത്രമല്ലല്ലോ, നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ, ഹദീസ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ, സാധുക്കളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു നിങ്ങൾ പറയുന്നത് ബിഹിം തുംതറൂൻ, അവരെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മഴ കിട്ടുന്നത്. റസൂലുള്ളാഹിന്റെ കാരണം മാത്രമല്ല, അവരെ കാരണം കൊണ്ടാണ് മഴ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ള ഈ നന്മക്കൊക്കെ കാരണക്കാരനാണെന്ന് പറയുമ്പോൾ എന്തിനാണ്, ആർക്കാണ് അസുഖം ഉണ്ടാവേണ്ടത്? അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ മഹത്വം മനസ്സിലാക്കാത്ത, അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഹബീബിനോടുള്ള ഇഷ്ടം നമ്മൾ വർദ്ധിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മൾ ജീവിക്കുക, സ്വലാത്തുകൾ നന്നായിട്ട് വർദ്ധിപ്പിക്കുക. നാരിയത്ത് സ്വലാത്ത് ചെല്ലുമ്പോൾ സ്വലാത്ത് ചൊല്ലി എന്നതിൻ്റെ ഒപ്പം റസൂലുള്ളാഹിന്റെ ഒരുപാട് മദ്ഹ് പറഞ്ഞു എന്ന പുണ്യവും കൂടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ സ്വലാത്ത് നന്നായിട്ട് വർദ്ധിപ്പിച്ച് ഹബീബിന്റെ കൂടെ സ്വർഗ്ഗപ്രവേശനത്തിനുള്ള യോഗ്യത അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അതാക്കി തരുമാറാവട്ടെ. ഇത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഹബീബിന്റെ പേരിൽ സ്വലാത്തിന്റെ വിഷയത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമുക്ക് രണ്ട് ലോകത്തും രക്ഷയുണ്ട്. ആ സ്വലാത്തിനെ വിമർശിക്കാൻ ഇറങ്ങിയവർ വാസ്തവത്തിൽ അന്ത്യം തകരാറായി മരിക്കാനുള്ള ആ വിഷയത്തിന് വേണ്ടി തുടക്കം കുറിച്ചവരാണെന്ന് ഗൗരവത്തോടെ ഓർമ്മിക്കണം. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.